വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. അപ്പോൾ നമ്മളോടൊപ്പം ഇന്നുള്ളത് ഒരുപാട് വർഷം അധ്യാപകനായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളതും കൂടാതെ നിലവിൽ നമ്മുടെ ഗ്രൂപ്പ് ഡി പരീക്ഷ ക്ലിയർ ചെയ്തുകൊണ്ട് റെയിൽവേയിൽ ഉദ്യോഗസ്ഥനായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ വിഷ്ണു സുരേന്ദ്രൻ സാറാണ്. സാർ, വെൽക്കം ടു അവർ ഷോ. താങ്ക് യു. അപ്പോൾ ഗ്രൂപ്പ് ഡി പരീക്ഷയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മനസ്സിലുള്ള ഒരുപാട് സംശയങ്ങളുടെ ഉത്തരം ഇന്ന് നമുക്ക് സാറിലൂടെ ലഭിക്കുന്നതാണ്. കൂടാതെ ഈ ഒരു പരീക്ഷയെ നിങ്ങൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, ഈ ഒരു പരീക്ഷയിൽ വിജയിക്കാൻ നിങ്ങളുടെ തന്ത്രങ്ങൾ എന്തെല്ലാമാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നമുക്കിന്ന് സാറിൽ നിന്ന് ചോദിച്ച് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ സാറേ, ഞാൻ ആദ്യമേ തന്നെ ചോദിച്ചോട്ടെ, സിമ്പിൾ ചോദ്യമാണ്, സാറിന്റെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ചെന്നൈയിലാണ്. അതായത് സദേൺ റെയിൽവേയുടെ ചെന്നൈ ഡിവിഷനിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ വളരെ നന്നായിട്ട് പോകുന്നു. തുടക്കത്തിൽ ഏതൊരു ജോലിയും പോലെ തുടക്കത്തിൽ ബുദ്ധിമുട്ടുണ്ടാവും, അത് കഴിഞ്ഞ് സ്മൂത്ത് ആവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നു. ഓക്കെ, ഇപ്പോൾ ഞാൻ നമ്മളുടെ ഒരു ടോപ്പിക് ഗ്രൂപ്പ് ഡി അതിലോട്ട് തന്നെ കിടക്കുകയാണ്. ഒരു സാധാരണക്കാരനോട് എന്താണ് ഗ്രൂപ്പ് ഡി പരീക്ഷ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാർ എങ്ങനെയായിരിക്കും അതൊന്ന് പറഞ്ഞോളൂ. റെയിൽവേയുടെ RRB ആണ് ഈ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന ഒരു ഏജൻസി. RRC ഉണ്ടായിരുന്നു റെയിൽവേയുടെ, എന്നാൽ ഇപ്പോൾ അത് ഇല്ല. RRB തന്നെയാണ് ഈ എക്സാംസ് എല്ലാം കണ്ടക്ട് ചെയ്യുന്നത്. ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ എക്സാംസ്, ഇങ്ങനെ രണ്ട് തരത്തിലുള്ള എക്സാംസാണ് നിലവിലുള്ളത്. അപ്പോൾ ഈ ടെക്നിക്കൽ എക്സാംസിനകത്ത് വരുന്ന കുറച്ച് പോസ്റ്റുണ്ട്, നോൺ ടെക്നിക്കൽ അകത്ത് വരുന്ന കുറേ പോസ്റ്റ്, പിന്നെ മിനിസ്റ്റീരിയൽ, പാരാമെഡിക്കൽ, അങ്ങനെ പല പല പോസ്റ്റുകളുണ്ട്. അതെല്ലാം RRB തന്നെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ എക്സാം ഒരു നോൺ ടെക്നിക്കൽ എക്സാമാണ്, നോൺ ടെക്നിക്കൽ പോസ്റ്റാണ് ഇതിലുള്ളത്. അപ്പോൾ ഈ നോൺ ടെക്നിക്കൽ കേഡറായിട്ട് നിങ്ങൾ കയറിയിട്ട് കൺസേൺഡ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ടെക്നിക്കലിലേക്ക് മാറാവുന്നതാണ്. അപ്പോൾ നോൺ ടെക്നിക്കലിൽ അസിസ്റ്റൻ്റ് എന്ന ഒരു പോസ്റ്റ്, പോയിൻറ്റ്സ്മാൻ എന്ന പോസ്റ്റ്, ട്രാക്ക് മെയിൻ്റനർ എന്ന പോസ്റ്റ്, അങ്ങനെ നിരവധിയായിട്ടുള്ള പോസ്റ്റുണ്ട്. അത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും അതിൻ്റെ പേര് മാറിക്കൊണ്ടിരിക്കും. ചില സ്ഥലങ്ങളിൽ അത് അസിസ്റ്റൻ്റ് എന്ന് പറയും, ചിലയിടത്ത് പോയിൻറ്റ്സ്മാൻ എന്ന് പറയും, അത് ഓപ്പറേഷനിലാണ്. അപ്പോൾ അങ്ങനെ ഒരു അസിസ്റ്റൻ്റായിട്ട് കയറിയിട്ട് അസിസ്റ്റ് ചെയ്യുക, അവിടെ നടക്കുന്ന വർക്ക്സിനെ അസിസ്റ്റ് ചെയ്യുക. പലതരം വർക്കുകളുണ്ട്, പ്രൊഡക്ഷൻ, സർവീസ്, പല ടൈപ്പ് ഓഫ് വർക്കുണ്ട്. സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വർക്ക് ഓപ്പറേഷനിലുണ്ട്, അതുപോലെ പ്രൊഡക്ഷൻ്റെ വർക്കുകൾ വർക്ക്ഷോപ്പിലും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ആദ്യത്തെ ചുമതല. ആദ്യം ഒരു ട്രെയിനിങ് ഉണ്ടാവും. ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഒരു വലിയ സമയത്തേക്കുള്ള ട്രെയിനിങ് അല്ല, ചെറിയൊരു പീരീഡിലുള്ള ട്രെയിനിങ് ചില ഡിപ്പാർട്ട്മെൻറ്റുകളിലുണ്ടാവും. മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ അതിനെ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയും, ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അങ്ങനെ പലതരം ഡിപ്പാർട്ട്മെൻറ്റ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ട്രെയിനിങ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ചില ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ട്രെയിനിങ് അവർ പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, അങ്ങനൊരു ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ സദേൺ റെയിൽവേയിൽ നിരവധിയായിട്ടുള്ള ഡിവിഷനുണ്ട്. അപ്പോൾ നിരവധി ഡിവിഷനുകളിൽ കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു സോണായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ സോണിലേക്ക് നിങ്ങൾ എക്സാം എഴുതുമ്പോൾ അതിലേതെങ്കിലും ഒരു ഡിവിഷനിൽ നിങ്ങളെ അപ്പോയിൻറ്റ് ചെയ്യാൻ പതിവ്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു നേച്ചർ, ഈ ഒരു അപ്പോയിൻമെൻറ്റ് നേച്ചർ. എക്സാം അതിൻ്റെ ഒരു പാറ്റേണിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ പ്രാഥമികമായിട്ട് ഇത് പറയാനുള്ളത്, ഒരു അസിസ്റ്റൻ്റായിട്ട് അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരാളായിട്ടോ അങ്ങനെയൊക്കെ ആയിട്ട് ആണ് നിങ്ങൾ കയറുന്നത് ഇതിനകത്ത്. ഒരു സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി എന്ന ഒരു ഫസ്റ്റ് സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ പലരുടെയും മനസ്സിൽ ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡബിൾ മൈൻഡ് ഉണ്ട്. അതായത് ഒരു സൈഡിൽ നോക്കുമ്പോൾ ഇതൊരു കേന്ദ്ര സർക്കാർ ജോലി, ഒരു എന്താണ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ് എന്നുള്ള രീതിയിലുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാകും. പക്ഷേ മറ്റൊരു കയ്യിലേക്ക് വരുമ്പോൾ അവർ പറയുന്നത് എനിക്ക് ഒരു ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഉള്ള, ഫോർ എക്സാമ്പിൾ നമ്മളൊരു ബിടെക് കഴിഞ്ഞാണ്, അല്ലെങ്കിൽ ഞാൻ ഡിഗ്രിയിൽ കഴിഞ്ഞതാണ്, മാസ്റ്റേഴ്സ് കഴിഞ്ഞാണ്, ഞാൻ എന്തിന് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഡി പോലെ 10th ലെവൽ ക്വാളിഫിക്കേഷനുള്ളൊരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം? അങ്ങനെ ഒരു ചോദ്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം മനസ്സിൽ തോന്നുന്നവരോട് സാർ എന്താണ് പറയുന്നത്? അതെ, ഇത് രണ്ട് ആസ്പെക്റ്റിൽ നമുക്ക് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യണം. ഒരാളുടെ ക്യാരക്ടർ വ്യത്യസ്തമാണ്, യുണീക്കാണ് ആ മനുഷ്യർ. അപ്പോൾ അവർ പലതരത്തിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ്, പലതരം ക്വാളിഫിക്കേഷൻസ് ഉള്ള ആൾക്കാരാണ്. ഇപ്പോൾ രണ്ട് ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ, ഒന്ന് കൾച്ചറൽ ആസ്പെക്റ്റ്, മറ്റൊന്ന് എക്കണോമിക് ആസ്പെക്റ്റ്. എല്ലാവരുടെയും എക്കണോമി സെയിം ആവണമെന്നില്ല, പലതരം ക്ലാസ് ആയിട്ട് നമ്മുടെ സൊസൈറ്റി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചില ആൾക്കാർക്ക് ഏജിൻ്റെ ഒരു ഫാക്ടറും കൂടി അതിനകത്ത് വരുന്നുണ്ട്. ചില ആൾക്കാർക്ക് ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടൊരു ജോലി വേണം, അത്യാവശ്യമാണ്, അത് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്, അത് എക്കണോമിക്കൽ ആസ്പെക്റ്റ്. അതുപോലെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക എന്നുള്ള കൾച്ചറൽ ആസ്പെക്റ്റ് കൂടെ അതിനകത്തുണ്ട്. അപ്പോൾ ആ കൾച്ചറൽ ആസ്പെക്റ്റും വേണം, എക്കണോമിക് ആസ്പെക്റ്റും കൂടെ അവർ രണ്ട് ഘടകങ്ങൾ
ഒബ്സർവ് ചെയ്തുകൊണ്ടായിരിക്കും അവരൊരു ഡിസിഷൻ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒബ്സർവ് ചെയ്യുന്നവർ എനിക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യണം. ഒരു ജോലി ഇല്ലാതെ നിൽക്കാം, ആ ഒരു ഘട്ടം ഫേസ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ജോലി കൂടിയേ തീരുള്ളൂ. അപ്പോൾ അത് ഒന്ന്, ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോലി എന്ന ഒരു കോൺഫിഡൻസ് ബിൽഡിംഗ് എന്ന് പറയുന്നൊരു കിട്ടുന്ന സെൻട്രൽ ഗവൺമെൻറ് ജോബ് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് കിട്ടുക, അല്ലെങ്കിൽ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക എന്നുള്ള ഒരു പിന്നെ സാലറി, ഒരു സ്ഥിര വരുമാനം വേണം എന്നുള്ള ഒരു ആഗ്രഹം. ഇത് രണ്ടും സാധാരണ നമ്മുടെ ഇന്ത്യൻ മനസ്സുകൾ, കുട്ടികൾ, ഒരു സാധാരണ ഫാമിലി, തീർത്ത് പറഞ്ഞാൽ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ പെടുന്ന സ്റ്റുഡൻസ്, അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ഓക്സിജൻ പോലെയാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പോൾ അത് വെച്ച് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട്, ഇപ്പോൾ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണെന്ന് പറഞ്ഞത്, അപ്പോൾ ഈ സ്റ്റെപ്പിംഗ് സ്റ്റോണിൻ്റെ മീനിങ് എനിക്ക് തോന്നുന്നു ഇപ്പോഴും പലർക്കും മനസ്സിലായിട്ടില്ല. ഇപ്പോൾ പലരും കേട്ടിട്ടുണ്ടാവും, റെയിൽവേയിൽ ഒരു ജോലിക്ക് കയറിയതിന് ശേഷം നമുക്ക് പ്രൊമോഷൻ കിട്ടി, അതല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് ചെയ്തിട്ട് നമ്മളുടെ ക്വാളിഫിക്കേഷൻ വെച്ചുള്ള പോസ്റ്റുകളിലേക്ക് പോകാം. അപ്പോൾ അതെങ്ങനെയാണ് അതിന്റെ ഒരു രീതി എന്നുള്ളതൊന്ന് സിമ്പിൾ ആയിട്ടൊന്ന് പറയാം. ഈ ജോലി എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് വേക്കൻസി കൂടുതൽ എന്നുള്ളതാണ് ഇതിന്റെ ഒരു മറ്റൊരു പ്രധാനപ്പെട്ട ആസ്പെക്ട്. നമ്പർ ഓഫ് വേക്കൻസി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. പല ഏജൻസീസ് ആനുവലി കലണ്ടർ പബ്ലിഷ് ചെയ്യുന്നു, എക്സാം കണ്ടക്ട് ചെയ്യുന്നു, SSC ആയാലും RRB ആയാലും PSC ആയാലും ഒക്കെ. അപ്പോൾ ആ നിലയിൽ നോക്കുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഒരു സെക്യൂരിറ്റി, സ്റ്റേറ്റ് ഗവൺമെൻറ് മറ്റൊരു ആസ്പെക്റ്റാണ്. അപ്പോൾ ആ സെക്യൂരിറ്റിക്കകത്ത് ഏറ്റവും കൂടുതൽ വേക്കൻസി വരുന്ന ഒരു പോസ്റ്റ് എന്ന നിലയിൽ, പിന്നെ ഇതിൻ്റെ ഒരു വേഗത, അപ്പോയിൻ്റ് ചെയ്യുന്ന വേഗത, പെട്ടെന്നുള്ള ഒരു ജോലി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കേരള PSC വരുമ്പോൾ അതിൻ്റെ ഒരു കാലതാമസം ഉണ്ട്. ഓരോന്നോരോന്നായിട്ട് വിളിക്കുന്നു. അതെ, അങ്ങനെ ഒരു കാലതാമസം, ഒരു കാലവിളംബം ഇതിനില്ല. അപ്പോൾ വളരെ പെട്ടെന്ന് ജോലി കയറാം എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ടൊരു ആസ്പെക്റ്റ്. അതുകൊണ്ടാണ് അപ്പോൾ സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം പെട്ടെന്ന് ജോലി കയറാം, പെട്ടെന്ന് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാം, അതിൽ നിന്ന് കിട്ടുക ഒരു ക്യൂമുലേറ്റീവ് ഇഫക്റ്റാണ്. എന്ന് പറഞ്ഞാൽ സൊസൈറ്റി മാറും, നമ്മുടെ ചുറ്റുമുള്ളത് മാറുന്നതായിട്ട് നമുക്ക് തോന്നും. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റാണ് ഇതിൻ്റെ ഏറ്റവും പ്രൈമായിട്ടുള്ള ഒരു കാര്യം. അതായത് ജനറൽ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് ഉണ്ട്, കോമ്പറ്റീറ്റീവ് എക്സാം, ജനറൽ ഡിപ്പാർട്ട്മെൻറ്റൽ കോമ്പറ്റീറ്റീവ് എക്സാം. LDC എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ഡിപ്പാർട്ട്മെൻറ്റൽ കോമ്പറ്റീറ്റീവ് എക്സാം ഉണ്ട്. ഇങ്ങനെ 2 തരം ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റാണ് റെയിൽവേ കണ്ടക്ട് ചെയ്യുന്നത്. അത് വളരെ കൃത്യമായിട്ട് തന്നെ അവർ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ, ഒരു 3 ഇയറോ 2 ഇയറോ ഒരു ഗ്യാപ്പിൽ കൃത്യമായിട്ട് അവർ ആ ഒരു കോമ്പറ്റീറ്റീവ് എക്സാം കണ്ടക്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഡിഫറൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ GDC ആണെങ്കിൽ, ജനറൽ ഡിപ്പാർട്ട്മെൻറ്റ് എക്സാം ആണെങ്കിൽ, കോമ്പറ്റീറ്റീവ് എക്സാം ആണെങ്കിൽ, നിങ്ങളൊരു എംപ്ലോയി ആയാൽ മാത്രം മതി. നിങ്ങൾ ജോയിൻ ചെയ്ത് തൊട്ടടുത്ത ദിവസം നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ, ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റിൽ നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, അറ്റൻഡ് ചെയ്യാം, പെട്ടെന്ന് പ്രൊമോഷൻ ലഭിക്കും. എന്നാൽ ലിമിറ്റഡ് ഡിപ്പാർട്ട്മെൻറ്റൽ എക്സാം, കോമ്പറ്റീറ്റീവ് എക്സാം എന്ന് പറയുന്ന LDC എക്സാം ആണെങ്കിൽ നിങ്ങൾക്ക് അത്ര പെട്ടെന്ന് അതിൽ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ കഴിയില്ല. കാരണം അതിനൊരു മിനിമം സർവീസ് പീരീഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് വേണം എന്നുള്ളതൊരു മാൻഡേറ്ററി ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. അതായത് 3 ഇയേഴ്സ് വേണം എന്നാണ് ഇപ്പോൾ നിലവിൽ പറയുന്നത്. അപ്പോൾ അത് ഒരു ലിമിറ്റഡ് പോർഷനിൽ, അതായത് ഡിപ്പാർട്ട്മെൻറ്റ് വൈസോ അല്ലെങ്കിൽ ഡിവിഷൻ വൈസോ നടക്കുന്ന ഒരു കോമ്പറ്റീറ്റീവ് എക്സാമാണ് LDC. GDC അങ്ങനെയല്ല, അത് ഒരു സോണൽ ഏരിയയിൽ, അതായത് കുറേ ഡിവിഷൻ ചേർന്നിട്ടുള്ള ഒന്നിൽ നടക്കുന്നതാണ്. നമുക്ക് പല പല ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറാനുള്ളൊരു ഓപ്ഷൻ കൂടെ ഈ ജനറൽ ഡിപ്പാർട്ട്മെൻറ്റൽ എക്സാമിനകത്ത് ഉണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ടും RRB തന്നെയാണ് ഓൺലൈൻ എക്സാം ആയിട്ട് നടത്തുന്നത്. പണ്ടൊക്കെ ഓൺലൈൻ അല്ലായിരുന്നു. അപ്പോൾ ഓൺലൈൻ എക്സാം ആകുമ്പോൾ അതിൻ്റെ ട്രാൻസ്പെറൻസി കൂടും എന്ന് നമുക്ക് പറയാം. അപ്പോൾ കൂടുതൽ അവർ അതിനെ ട്രാൻസ്പെറൻ്റ് ആക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് മെറിറ്റോറിയസ് ആകാനുള്ള സാധ്യത 100% ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റിന് നമുക്കത് പ്രിപ്പയർ ചെയ്യാം, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാം, അതിൻ്റെ ഒരു പ്രോസസ്സിനെ നമുക്ക് ബിലീവ് ചെയ്യാം. അതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ, അടുത്ത നിലയിലേക്കുള്ള ഒന്നാണ്. ഇപ്പോൾ ഈ ഒരു ലെവൽ 1 പോസ്റ്റിൽ നിന്നുകൊണ്ട് തന്നെ, ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ ക്വാളിഫൈഡ് ആണ്, നമുക്കൊരു BTech അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണെന്ന് വിചാരിക്കുക, അതല്ലെങ്കിൽ നമുക്കൊരു ഡിഗ്രി ലെവൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ലെവൽ 1 പോസ്റ്റിൽ നിന്നുകൊണ്ട് തന്നെ നമുക്കൊരു ലെവൽ 5 പോസ്റ്റിലേക്കോ അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ ലെവൽ നമുക്കൊരു ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിലേക്കോ ഒക്കെ മാറാനുള്ള ഒരു അവസരം ഈ GDC അല്ലെങ്കിൽ LDC പരീക്ഷ വഴി. എക്സാക്ട്ലി, തീർച്ചയായിട്ടും. GDCയിൽ നമ്പർ ഓഫ് പോസ്റ്റ്, അതിനകത്ത് ടെക്നിക്കൽ പോസ്റ്റസ് ഉണ്ടാവും, നോൺ ടെക്നിക്കൽ പോസ്റ്റും GDCക്കകത്ത് ഇൻക്ലൂഡഡ് ആണ്. അതിനകത്ത് JEE വരാം, അല്ലെങ്കിൽ ലെവൽ 2 വരാം, JEE ലെവൽ 6 ആണ്, ലെവൽ 6 വരാം, ലെവൽ 5 വരാം, ലെവൽ 2 വരാം, അങ്ങനെ പലതരം ലെവലിലുള്ള, ഇപ്പോൾ ജൂനിയർ ക്ലർക്ക് വരാം, സീനിയർ ക്ലർക്ക് വരാം,
അതായത് നോൺ ടെക്നിക്കൽ പോസ്റ്റുകൾ വരാം, ടെക്നിക്കലായിട്ടുള്ള പോസ്റ്റ്, സ്റ്റേഷൻ മാസ്റ്റർ നോൺ ടെക്നിക്കൽ പോസ്റ്റ് വരാം, അങ്ങനെ പല പല പോസ്റ്റുകളും മിക്സ് ചെയ്തിട്ടാണ് വേക്കൻസി ഉള്ള നിലയിൽ അതനുസരിച്ച് അതിന് അനുസൃതമായിട്ട് അവർ ഈ നോട്ടിഫിക്കേഷൻ ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ലക്ക് കൊണ്ട് ചിലപ്പോൾ നമുക്ക് ബിടെക് ക്വാളിഫിക്കേഷൻ ഉണ്ട്, ആദ്യം വിളിക്കുന്ന ജെഇ ആയിരിക്കാം, അല്ലെങ്കിൽ ആദ്യം വരുന്ന നോട്ടിഫിക്കേഷൻ ജെഇ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആ എക്സാം എഴുതി ക്ലിയർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാകും. അടുത്ത് വീണ്ടും GDC വരാം, അടുത്ത റൊട്ടേഷനിൽ അടുത്ത ചിലപ്പോൾ ആദ്യം ജെഇ വിളിച്ചില്ല എന്നും വരാം. അപ്പോൾ അത് നമ്മുടെ ഒരു ലക്ക് അതിനകത്തൊരു ഫാക്ടറാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് എക്സാം നടത്തും എന്നുള്ളതാണ് അവരുടെ ഒരു രീതി. നോട്ടിഫിക്കേഷൻ വരിക, വളരെ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരിക, ഒരു ചെറിയൊരു നോട്ടീസ് ഉണ്ടാവും, നോട്ടീസ് ഇന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു പ്രോസസ്സ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അവർ വേക്കൻസിയെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. ഇതൊരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സാണല്ലോ. അല്ലെങ്കിൽ പൊതുവിൽ ഗ്രൂപ്പുകളിലൊക്കെ പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും സോഷ്യൽ മീഡിയയിലൊക്കെ ആ ഒരു നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല, ചില നോട്ടീസുകൾ ഇങ്ങനെ പബ്ലിഷ് ചെയ്ത് വരുന്നത്, ഇതാ വിളിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സിൻ്റെ ചില നോട്ടീസുകൾ. അപ്പോൾ അത് എക്സാക്ട് നടക്കുകയാണ് പതിവ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു ഡേറ്റ് നോട്ടിഫിക്കേഷൻ വിത്തിൻ 3 months ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് എക്സാം ഡിപ്പാർട്ട്മെൻറ്റൽ എക്സാം ആണെങ്കിൽ 3 months എക്സാം കണ്ടക്ട് ചെയ്യുന്നു. ഉടനെ തന്നെ വെരിഫിക്കേഷൻ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നു, അതിൻ്റെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനിലേക്ക് പോകുന്നു, അപ്പോയിൻമെൻറ്റിലേക്ക് പോകുന്നു. അത് ഈ സത്യത്തിൽ ഈ ആനുവൽ എക്സാമാണ് ബാക്കിയുള്ള ഓപ്പൺ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനോടൊപ്പം സ്പീഡപ്പ് ചെയ്യണം, കാരണം അവർക്കൊരു ടൈം മാറിയാൽ ആ എക്സാമുമായിട്ട് ക്ലാഷ് ആവും. അപ്പോൾ ഈ പ്രോസസ്സിൽ വീണ്ടും ഒരു ഡിലേ വരും, നടത്താൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ ആ സ്ലോട്ടിൽ കൃത്യമായിട്ട് എക്സാം കണ്ടക്ട് ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു തീരുമാനമാണ്, അത് ഉറച്ച തീരുമാനമാണ്. ഇതൊന്നും ഇപ്പോൾ കുറച്ചും കൂടി ഭയങ്കര റിഫോംഡ് ആയിട്ട് തോന്നുന്നു RRB, കാരണം കൃത്യസമയത്ത് കലണ്ടേഴ്സ് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. റെയിൽവേ മിനിസ്റ്റർ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഉണ്ട്, ഇനി മുതൽ RRB എല്ലാം പക്കയായിരിക്കും. അത് എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ പാലിക്കപ്പെടുന്നുണ്ട്. കൃത്യം ഡേറ്റിൽ കലണ്ടർ വരുന്നു, കൃത്യസമയത്ത് എക്സാമിനേഷൻ നടക്കുന്നു. എനിക്ക് തോന്നുന്നു അപ്പോൾ ഡിപ്പാർട്ട്മെന്റൽ എക്സാമിന്റെ കാര്യത്തിലും ആ ഒരു കൃത്യത അവർ പാലിക്കപ്പെടുന്നു. അത് പാലിച്ച് മതിയാവും. കാരണം ഈ എക്സാംസ് എല്ലാം RRB ആണ് കണ്ടക്ട് ചെയ്യുന്നത്, ഒരു ഏജൻസി. അപ്പോൾ അവർക്ക് അതിനൊരു പ്ലാൻ ഉണ്ട്, ആ പ്ലാനിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നടത്തിയില്ല എങ്കിൽ അവർക്കത് വീണ്ടും ഒരു ബാക്ക്ലോഗായി മാറും. അടുത്ത വർഷം വീണ്ടും നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്, അപ്പോൾ അതും ഇതിൻ്റെ പുറത്ത് നടത്തേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു ബാക്ക്ലോഗ് വരാതിരിക്കാൻ വേണ്ടി അവർ കൃത്യസമയത്ത് എക്സാം കണ്ടക്ട് ചെയ്ത് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന ഒരു പ്രോസസ്സിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാധാരണ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഡിഗ്രി ഹോൾഡേഴ്സ് ധാരാളം ഇപ്പോൾ ഈ ഒരു കേഡറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് വളരെ ഒരു ലക്ക് അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് അവരിതിനെ കാണുന്നു. ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റിനെ വളരെ പ്രാധാന്യത്തോടുകൂടി, പ്രത്യേകിച്ച് ടെക്നിക്കൽ ഗ്രാജുവേറ്റ്സ് ഒക്കെ ഇതിനെ വളരെ സീരിയസ് ആയിട്ട് കാണുന്നു. സീരിയസ് പ്രിപ്പറേഷനിലേക്ക് അവർ പോകുന്നു. ജൂനിയർ എഞ്ചിനീയർ ഒക്കെ ആയിട്ടാണ് ഇപ്പോൾ പോസ്റ്റ് ഇരിക്കുന്നത്. കാരണം ഗ്രൂപ്പ് ഡി പരീക്ഷ എഴുതി പാസ്സായെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞാൽ ഇപ്പോൾ ജൂനിയർ എഞ്ചിനീയർ പരീക്ഷയിലേക്ക് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതിയെന്നൊക്കെ പറയാറുണ്ട് കുട്ടികളെ നമ്മളോട്. അപ്പോൾ ആ ഒരു പ്രോസസ്സ്. അതെ. പിന്നെ ഇതിനകത്ത് നമ്മുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് കൂടെ കൺസിഡർ ചെയ്യേണ്ടി വരും ഈ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിൽ. ചില പോസ്റ്റുകളിലേക്ക് സർട്ടൻ മെഡിക്കൽ സ്റ്റാൻഡേർഡ് വേണം. അപ്പോൾ ആ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ അത് എഴുതിയിട്ട് കാര്യമുള്ളൂ. കാരണം മെഡിക്കൽ ടെസ്റ്റ് നടക്കുമ്പോൾ മെഡിക്കൽ സ്റ്റാൻഡേർഡ് നമ്മൾ പ്രൂവ് ചെയ്യണം. ഇപ്പോൾ കളർ ബ്ലൈൻഡ്നസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ലിമിറ്റഡ് പോസ്റ്റ്, അത്തരം പോസ്റ്റുകളോ ALP പോലുള്ള പോസ്റ്റുകളൊന്നും പറ്റില്ല. അപ്പോൾ അവർക്ക് ആ ഒരു ലിമിറ്റേഷൻസ് ഈ ഒരു എക്സാമിലും ഉണ്ടായിരിക്കും. ഓപ്പൺ മാർക്കിലുള്ളതുപോലെ തന്നെ ഇതിലും ആ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അതായത് വൺസ് നിങ്ങളുടെ മെഡിക്കൽ ടെസ്റ്റ് കഴിഞ്ഞതായിരിക്കും നിങ്ങൾ അപ്പോയിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ അവർക്ക് നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ പലർക്കും ഈ മെഡിക്കൽ ടെസ്റ്റ് കഴിയുമ്പോഴാണ് അവരുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്താണെന്ന് മനസ്സിലാകുന്നത്. ഇപ്പോൾ ഓൾറെഡി റെക്കോർഡാണ് നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്. വൺസ് മോർ വീണ്ടും അവർ മെഡിക്കൽ ടെസ്റ്റ് നടത്തും. അതത് എക്സാം നടത്തിയിട്ട് അതിൻ്റെ പിന്നാലെ അവർ മെഡിക്കൽ ടെസ്റ്റ് നടത്തും. റിസൾട്ട് പബ്ലിഷ് ചെയ്ത് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ നടത്തി മെഡിക്കൽ ടെസ്റ്റും നടത്തും. ഓൾറെഡി നിങ്ങൾക്ക് അറിയാമായിരിക്കും എൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഇതാണ്. അപ്പോൾ ആ നിലയ്ക്ക് നിങ്ങൾക്ക് ഈ ഹയർ മെഡിക്കൽ സ്റ്റാൻഡേർഡുള്ള പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല എന്നും വരും. അപ്പോൾ ഈ കളർ ബ്ലൈൻഡ്നസ് ഉള്ള അല്ലെങ്കിൽ ലോവർ മെഡിക്കൽ സ്റ്റാൻഡേർഡുള്ള ആൾക്കാർക്ക് മിനിമം നമ്പർ ഓഫ് പോസ്റ്റ് ആയിരിക്കും ഇതിനകത്ത് ഉണ്ടാകുക എന്നുള്ള ഒരു ലിമിറ്റേഷനുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ മെഡിക്കലിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിൽ ഇപ്പോൾ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ഫെയിൽ ആവാനുള്ള സാധ്യതയുണ്ട്. ഇതേ സംശയം തന്നെ നമ്മുടെ ഗ്രൂപ്പ് ഡിയിലുള്ളവർക്ക് ഇപ്പോൾ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നവർക്ക് ഇതേ ഒരു സംശയം തന്നെയുണ്ട്. അതായത് ഗ്രൂപ്പ് ഡിയിൽ മെഡിക്കൽ പോകാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്? ഇപ്പോൾ നമുക്ക് കമന്റ് ബോക്സ് നോക്കി തന്നെ മനസ്സിലാവും. ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഇപ്പോൾ എനിക്ക് അൾസർ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരു ഹ്യൂമൻ ബോഡിയും പെർഫെക്റ്റ് അല്ല. അപ്പോൾ ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കും നമ്മൾ മെഡിക്കൽ സ്വാഭാവികമായിട്ടും ഫെയിൽ ആവാനുള്ള സാധ്യതയുള്ളത്?
മെഡിക്കലിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഐ ടെസ്റ്റാണ്. ഐ ടെസ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അത് നിങ്ങളുടെ കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോവർ മെഡിക്കൽ സ്റ്റാൻഡേർഡ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് B2 ആൻഡ് ബിലോ ആണ് ലോവർ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ ജോലിയെ ബാധിക്കുമോ എന്ന് ചോദിച്ചാൽ ആ നിലയിൽ ബാധിക്കാനുള്ള സാധ്യതയും കുറവാണ് ജോലിയെ. കാരണം B2 ആൻഡ് ബിലോ പോസ്റ്റുകൾ നിലവിലുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത എക്സാം നോട്ടിഫിക്കേഷനിൽ ഓരോന്നിനും ആവശ്യമായിട്ടുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ് അതിൽ കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ B2 ആൻഡ് ബിലോ പോസ്റ്റുകൾ നിലവിലുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ ഒരു പോസ്റ്റ് ഇല്ല എങ്കിൽ അവർക്ക് അത് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ അപ്പോയിൻറ്റ് ചെയ്യാൻ ഐ ടെസ്റ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ കളർ ബ്ലൈൻഡ്നെസ് ഉള്ളവർക്ക്, എനിക്ക് തോന്നുന്നു കളർ ബ്ലൈൻഡ്നെസ് ഉള്ളവർക്കും ചില പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാം, കുഴപ്പമില്ല. കളർ ബ്ലൈൻഡ്നെസ് അല്ല ഞാൻ പറയുന്നത് ഈ കളർ ബ്ലൈൻഡ്നെസ് മാത്രമല്ല നോക്കുന്നത്, വിഷൻ്റെയും ഒരു അല്ല 6/6 നോക്കുന്നുണ്ട്. നിങ്ങളുടെ ഐ ടെസ്റ്റിനകത്ത് വരുന്നതാണ് ഇതെല്ലാം. അതുപോലെ തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഹാർട്ട് ബീറ്റിൻ്റെ ലെവല്, മറ്റ് രോഗങ്ങൾ എന്തെങ്കിലും ഡയബറ്റിക് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്കമാണ് ഈ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. മെഡിക്കൽ ടെസ്റ്റിന് അതെല്ലാം ഒരു ഭാഗമാണ്. അപ്പോൾ അത് ആ ഒരു ടെസ്റ്റ് എല്ലാം കഴിയുമ്പോൾ, അത് ഞാൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് ഐ ടെസ്റ്റ് എന്നാണ് പറയുന്നത്. അത് കഴിയുമ്പോൾ ഈ ഒരു പർട്ടിക്കുലർ മെഡിക്കൽ സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് കിട്ടി, അല്ലെങ്കിൽ ഒരു തരും. അപ്പോൾ നിങ്ങളത് സൈൻ ചെയ്ത് വാങ്ങണം ആ മെഡിക്കൽ സ്റ്റാൻഡേർഡ്. ഇപ്പോൾ ഈ മെഡിക്കലിൽ നമ്മളിപ്പോൾ ഇപ്പോൾ സപ്പോസ് ഞാനൊരു പോസ്റ്റ് പ്രിഫറൻസ് വെച്ചെന്ന് വിചാരിക്കാം, പക്ഷേ എനിക്കിപ്പോൾ ആ ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് അപ്പോയിൻമെന്റ് വരുമ്പോൾ എനിക്ക് അടുത്തൊരു പോസ്റ്റ് പ്രിഫറൻസിലോട്ട് ഓട്ടോമാറ്റിക്കലി അലോട്ട് ആവില്ല. അതല്ലാതെ ഞാനതാ പറയുന്നത്, അങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ടെങ്കിൽ, നിലവിലുണ്ടെങ്കിൽ, ഈ പറയുന്ന C1 പോസ്റ്റ്, B2 പോസ്റ്റ് എന്നൊക്കെയാണ് നമ്മളതിന് പറയുന്നത്. അപ്പോൾ അത് നിലവിലുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് അവർ കൺസിഡർ ചെയ്യും. ഇപ്പോൾ റാങ്ക് കുറവാണെങ്കിൽ കൂടി നിങ്ങൾക്ക് അതിലേക്ക് പോവാം. അപ്പോൾ എന്ത് സംഭവിക്കും, റാങ്ക് കൂടുതലുള്ള ഒരാൾ അത് പ്രിഫർ ചെയ്തിട്ടുണ്ടെങ്കിലും, അതായത് ലോവർ മെഡിക്കൽ സ്റ്റാൻഡേർഡുള്ള പോസ്റ്റ് പ്രിഫർ ചെയ്തിട്ടുണ്ടെങ്കിലും അയാൾ പ്രിഫർ ചെയ്ത അല്ലെങ്കിൽ പ്രയോറിറ്റി കുറഞ്ഞ ഒരു പോസ്റ്റിലേക്ക് അയാൾ ട്രാൻസ്ഫർ മാറ്റാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊരു അഡ്ജസ്റ്റ് ചെയ്യുക, എല്ലാവർക്കും ജോലി കൊടുക്കുക എന്നുള്ള ഒരു പോളിസി. പക്ഷേ പോസ്റ്റ് വേക്കൻ്റ് അല്ല എങ്കിൽ, അതായത് ഇപ്പോൾ ഒരു 10 പോസ്റ്റാണ് ഈ പറയുന്ന ലോ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉള്ളത് വയ്ക്കുക, ഒരു 15 പേരുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് കുറവാണ്, ഈ കുറഞ്ഞ മെഡിക്കൽ സ്റ്റാൻഡേർഡാണ്. 10 പേരെ മാത്രമേ അവർക്ക് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, 5 പേര് പുറത്തു പോകേണ്ടി വരും. കാരണം അവരെ ഹയർ മെഡിക്കൽ സ്റ്റാൻഡേർഡുള്ള പോസ്റ്റിലേക്ക് മാറ്റാൻ കഴിയില്ല. അങ്ങനെയാണ് ഈ മെഡിക്കലിൽ പോയി എന്ന് പറയുന്ന സംഭവം. ഇപ്പോൾ മെഡിക്കൽ പോലെ തന്നെ ആൾക്ക് സംശയമുള്ളൊരു മേഖലയാണ് ഫിസിക്കൽ ടെസ്റ്റ്. ഇപ്പോൾ ഫിസിക്കൽ ഇപ്പോൾ ഗ്രൂപ്പ് ഡി കഴിഞ്ഞപ്പോൾ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഫിസിക്കൽ ടെസ്റ്റിന് ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണോ? കാരണം പലരും പറയുന്നത് ശരീരം അനങ്ങിയിട്ട് വർഷങ്ങളായിട്ടുള്ളവർ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് ഫിസിക്കൽ എങ്ങനെയാണ് തുടങ്ങേണ്ടത്, എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സാർ എങ്ങനെയായിരുന്നു ഇങ്ങനെ ഫിസിക്കലിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ട്രെയിനിങ് എന്തെങ്കിലും എടുക്കുന്നത്? അല്ല, നമ്മുടെ മിനിമം ഫിസിക്കൽ ഫിറ്റ്നസ് ആവശ്യമാണ്. അത് നമ്മൾ തുടർച്ചയായിട്ട് ദിവസേന ചെയ്യുന്ന എക്സർസൈസ്, ചെറിയ ഈ ഓട്ടത്തിലേക്കും വെയ്റ്റ് ലിഫ്റ്റിങ്ങിലേക്ക് വരുമ്പോൾ അത് അവസാന നിമിഷങ്ങളിൽ ആവശ്യമായിട്ടുള്ള കാര്യം മാത്രമാണ്. അതിൻ്റെ ആവശ്യമുള്ളൂ. അല്ല, നിങ്ങൾ ബോഡി ഫിറ്റ്നസ് കുറഞ്ഞൊരാളാണെങ്കിൽ, അത്രത്തോളം ഫിറ്റ് അല്ല എങ്കിൽ, ഒരു ആവറേജ് ഫിറ്റ് പോലും അല്ല എങ്കിൽ നേരത്തെ തന്നെ പ്രിപ്പറേഷൻ ആരംഭിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അവസാന നിമിഷം ചിലപ്പോൾ വെയിറ്റ് എടുത്തുള്ള റണ്ണിങ് ഒക്കെ ഉള്ളതാണ് എല്ലാവർക്കും ഒരു പേടി പോലെ. അല്ലല്ല, അത് ഒരു സാധാരണ ഒരു ഹ്യൂമൻ ബോഡി ഫിറ്റ്നസ് ആവശ്യമാണ് എന്നുള്ളൂ. ആ ഒരു ഫിറ്റ്നസ് ആവശ്യമാണെന്നേ ഉള്ളൂ. നമ്മൾ ഈ പറയുന്ന മറ്റ് ഫിസിക്കൽ ടെസ്റ്റുകൾ എന്ന് പറയുന്നത് പലരും വിചാരിച്ചിരിക്കുന്നത് നമ്മളുടെ ഒരു കോൺസ്റ്റബിൾ ഒക്കെ പോലെ ഇഞ്ച് ബൈ ഇഞ്ച് ചെക്ക് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് മെഡിക്കൽ ടെസ്റ്റ് ആണ്. അത്രത്തോളം അല്ല. നോർമൽ നമുക്കൊരു സാധാരണക്കാരൻ, ഒരു ബേസിക് ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് ഈസിലി പാസ്സായി വരാൻ പോകുന്ന ഒരു ഫിസിക്കൽ ടെസ്റ്റേ ഉള്ളൂ. അതല്ലാന്നാണെങ്കിൽ എനിക്ക് തോന്നുമ്പോൾ നമ്മുടെ എക്സാം കഴിഞ്ഞിട്ടാണെങ്കിലും കുറച്ച് സമയം നമുക്ക് മുന്നിലുണ്ട്. ആ ഒരു സമയത്ത് തന്നെ നമുക്ക് മേക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫിസിക്കൽ ടെസ്റ്റ് അല്ലേ ഇത്. അതല്ലാതെ ഭയങ്കര ഒരു വല്ലാതെ ഒരു ഹാർഡായിട്ടുള്ള ഒരു ഫിസിക്കൽ ട്രെയിനിങ്ങിന്റെ ആവശ്യമില്ലല്ലോ ഈ ഒരു ടെസ്റ്റ് പാസ്സാവാനായിട്ട്. അതിൻ്റെ ആവശ്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അത്രത്തോളം ഫിസിക്കലിന് വേണ്ടിയിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ ഒരു ബേസിക് ഫിസിക്കൽ ഫിറ്റ്നസ് ആവശ്യമാണ്. ഇപ്പോൾ ഒരു പോസ്റ്റ് പ്രിഫറൻസിലേക്ക് കടന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇപ്പോൾ ഒരു സാറിൻ്റെ അഭിപ്രായത്തിൽ ഒരു നല്ലൊരു പോസ്റ്റ് പ്രിഫറൻസ്? ഇപ്പോൾ ഒരാൾക്കൊരു എന്താ പറയുക, നമുക്കറിയാവുന്ന പോലെ തന്നെ എല്ലാവർക്കും ഓരോ ജോലിക്ക് ഓരോ സ്വഭാവങ്ങളാണ് ഗ്രൂപ്പ് ഡിയുടെയിൽ. ചിലത് വളരെ സേഫ്റ്റി റിസ്ക് ആയിട്ടുള്ള ജോലികളുണ്ടാകും, ചിലത് വർക്കിംഗ് കുറച്ച് ടഫ് ആയിട്ടുള്ള ജോലികളുണ്ടാകും. അപ്പോൾ നമുക്കൊരു പോസ്റ്റ് പ്രിഫറൻസ്, നല്ലൊരു പോസ്റ്റ് പ്രിഫറൻസ് ആപ്ലിക്കേഷൻ സമയത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് ഒരു നല്ല പോസ്റ്റ് പ്രിഫറൻസ്? ഇപ്പോൾ നമുക്ക് നിലവിൽ പോസ്റ്റ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ അസിസ്റ്റൻറ്റ് ട്രാക്ക് മെഷീൻ, അസിസ്റ്റൻറ്റ് ബ്രിഡ്ജ്, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പോസ്റ്റ് വന്നിരിക്കുന്നത്, വേക്കൻസി വന്നിരിക്കുന്നത് ട്രാക്ക് മെയിൻ്റനർക്കാണ്. അപ്പോൾ ഇങ്ങനെ പല 11ഓളം പോസ്റ്റുകൾക്ക് നമുക്ക് ഈ വർഷം നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്.
ഒരു സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്തായിരിക്കും ഒരു പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു പോസ്റ്റ് പ്രിഫറൻസ് ഏതായിരിക്കും? സാധാരണഗതിയിൽ എല്ലാവരും കൊടുക്കുന്നത് ഈ ഹോസ്പിറ്റൽ അസിസ്റ്റൻ്റ് വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിനായിരിക്കും ഒരു പ്രിഫറൻസ് കൊടുക്കുക, അല്ലെങ്കിൽ വർക്ക്ഷോപ്പിലെ അസിസ്റ്റൻ്റ് എന്ന പോസ്റ്റിലേക്കായിരിക്കും പ്രിഫറൻസ് കൊടുക്കുക. ട്രാക്ക് മെയിൻ്റനർ പോസ്റ്റ് പോലുള്ള പോസ്റ്റുകൾ അതെല്ലാം, അതായത് ട്രാക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ 24/7 വർക്ക് ചെയ്യുന്ന പോസ്റ്റുകളുണ്ട്. സ്കെഡ്യൂൾ ചെയ്ത് വർക്ക് ചെയ്യുന്ന ചില പോസ്റ്റുകളുണ്ട്. അപ്പോൾ അതൊക്കെ സാധാരണ അവസാനത്തെ പ്രിഫറൻസ് ആണ് കൊടുക്കുക. ഈ ട്രാക്ക് മെയിൻ്റനർ വേക്കൻസി കൂടുതലാണെങ്കിൽ പോലും ഏറ്റവും അവസാനം പ്രിഫറൻസ് കൊടുക്കുന്നതാണ് ഏറ്റവും. അതിൻ്റെ കാരണം ആ പോസ്റ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ അനുഭവം കേട്ടിട്ടാണ്. കാരണം അത് ടഫായിട്ടുള്ള ഒന്നാണ്. ഇപ്പോൾ ഇതിൽ തന്നെ പെൺകുട്ടികളും ആൺകുട്ടികളും ഉണ്ടല്ലോ, രണ്ടുപേരും അപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ. പെൺകുട്ടികൾ സാധാരണ കൊടുക്കാറില്ല ട്രാക്ക് മെയിൻ്റനർ പോസ്റ്റ്, ഏറ്റവും അവസാനമായിരിക്കും കൊടുക്കുക. പിന്നെ ഇതിൽ വേറൊരു ഫാക്ടർ ഉള്ളത്, കേരളത്തിലെ ജോലി വേണമോ തമിഴ്നാട്ടിൽ ജോലി വേണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. കേരളത്തിൽ ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ അതായത് കേരളത്തിൽ B1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉള്ള പോസ്റ്റുകൾ ഏതൊക്കെയാണോ അതെല്ലാം കേരളത്തിൽ ജോലി കിട്ടാൻ സാധ്യതയുള്ള പോസ്റ്റുകൾ, എക്സെപ്റ്റ് ഹോസ്പിറ്റൽ അസിസ്റ്റന്റ്. കാരണം ഹോസ്പിറ്റൽ അസിസ്റ്റന്റും കേരളത്തിൽ കിട്ടാം. ഞാൻ പറഞ്ഞു വരുന്നത് വർക്ക്ഷോപ്പ് അസിസ്റ്റന്റ് പോലുള്ള പോസ്റ്റ് ഉണ്ടെങ്കിൽ അത് തമിഴ്നാട്ടിലേക്ക് മാത്രമേ അപ്പോയിൻമെൻറ്റ് കിട്ടുകയുള്ളൂ. കേരളത്തിൽ അപ്പോയിൻമെൻറ്റ് വളരെ കുറവാണ്. ട്രാൻസ്ഫറും അത് ബുദ്ധിമുട്ടായി വരാം ഫ്യൂച്ചറിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നമ്മൾ എവിടെ ജോലി ചെയ്യുന്നു, എവിടെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നതും പോസ്റ്റ് പ്രിഫറൻസിൽ ഒരു ഘടകമായിട്ട് വരണം. ഇപ്പോൾ കേരളത്തിൽ തന്നെ ജോലി കിട്ടണം എന്ന ആഗ്രഹമുള്ളൊരു വ്യക്തിയാണെന്ന് വിചാരിക്കുക, നമുക്ക് നാട്ടിൽ തന്നെ കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഗ്രൂപ്പ് ഡി അങ്ങനെ ഒരു അവസരം ഒരുക്കുന്നുണ്ടോ? ഉണ്ട്. ഇപ്പോൾ മലയാളികൾക്ക് കേരളത്തിൽ ജോലി ചെയ്യാനുള്ള പ്രിഫറൻസ് ഇവർ കൊടുക്കുന്നുണ്ട്. ഈ റെയിൽവേ അധികൃതർ അതിനു വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട്. കാരണം ഇത് ഒരു ലോക്കലുമായിട്ട് ഇവിടെ ബന്ധപ്പെട്ടിട്ടുള്ളൊരു പോസ്റ്റ് സർവീസാണ്. അതായത് പ്രാദേശികമായിട്ട് കൂടെ സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിൽ കൂടിയും നമ്മൾ പ്രാദേശിക ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് ചില പോസ്റ്റുകളൊക്കെ. അപ്പോൾ ലോക്കൽ ലാംഗ്വേജ് അറിയുക എന്നുള്ളതൊരു പ്രധാന ഘടകമാണ്. അപ്പോൾ ലോക്കൽ ലാംഗ്വേജ് അറിയുന്ന അല്ലെങ്കിൽ ലോക്കലായിട്ടുള്ള ആൾക്കാർക്ക് അതത് സ്റ്റേറ്റുകളിൽ അപ്പോയിൻറ്റ് കൊടുക്കുക എന്നുള്ളതും അവരുടെ ഒരു ക്രൈറ്റീരിയ ആണ്. പക്ഷേ അങ്ങനെ എപ്പോഴും സംഭവിക്കണമെന്നില്ല. പക്ഷേ അതിനൊരു മുൻതൂക്കമുണ്ട് എന്നാണ് പറയാനുള്ളത്. സ്ത്രീകൾക്ക് എന്തുമാത്രം സ്യൂട്ടബിൾ ആണ് ഒരു ലെവൽ 1 പോസ്റ്റ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡി പോസ്റ്റ്? ഒരുപാട് പേർക്കുള്ളൊരു സംശയമാണത്. അതെ. ഇതൊരു ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകൾ എല്ലാത്തരം മേഖലകളിലും ഉണ്ട്. എന്നാലും അവർക്കൊരു ചെറിയ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പേടി ഉണ്ടാവും. അവരിപ്പോൾ ഫിസിക്കലി വീക്കാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത്തരം ചില പോസ്റ്റുകളൊക്കെ ഫിസിക്കലി സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഫിസിക്കൽ വർക്ക് വരുന്നതൊക്കെ ഫിസിക്കലി കപ്പാസിറ്റി ഉള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ചില ജോലികളുണ്ട്. അല്ലാത്ത ജോലി ഇതിനകത്തുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ പെൺകുട്ടികൾ സെലക്ട് ചെയ്യുന്നത് അത്ര ഫിസിക്കൽ അല്ലാത്ത ജോലികളാണ് അവർ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പെൺകുട്ടികൾ പോയിൻറ്റ്സ്മാൻ പോലുള്ള ജോലികൾ, അതായത് ട്രാക്ക് മെയിൻ്റർ അല്ലാത്ത ജോലികൾ. കാരണം ട്രാക്ക് മെയിൻ്റർ കൂടുതൽ വേക്കൻസി ഉണ്ട് എങ്കിൽ പോലും ഫിസിക്കലി കുറച്ചൊന്ന് എഫേർട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അത് പെൺകുട്ടികൾ പ്രിഫർ ചെയ്യാറില്ല. പിന്നെ ആഫ്റ്റർ ഓൾ ഇതിൻ്റെ അപ്പോയിൻമെൻറ്റ് സമയത്ത് നമുക്ക് ഏത് പോസ്റ്റ് കിട്ടും എന്ന് പറയാൻ പറ്റുള്ളൂ. അതും മറ്റൊരു ഘടകം. നമ്മളിപ്പോൾ കൊടുത്ത അതേ പോസ്റ്റ് തന്നെ പ്രയോറിറ്റി കൊടുത്ത അല്ലെങ്കിൽ പ്രിഫറൻസ് കൊടുത്ത അതേ പോസ്റ്റ് തന്നെ കിട്ടണം എന്നില്ല. മറ്റൊരു പോസ്റ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു അവർക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത് പോയിൻറ്റ്സ്മാൻ വയ്ക്കാം, അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് വർക്ക്സ് ഉണ്ടെങ്കിൽ അത് വയ്ക്കാം, വേണമെങ്കിൽ അസിസ്റ്റൻറ്റ് വർക്ക്ഷോപ്സ് ഒക്കെ വയ്ക്കാം. കാരണം അത് ഉണ്ടെങ്കിൽ തമിഴ്നാട്ടിലാണ് അവർക്ക് ജോലി കിട്ടുക. ഈ അസിസ്റ്റൻറ്റ് വർക്ക്ഷോപ്പ് കേരളത്തിലൊന്നും പ്രൊഡക്ഷൻ യൂണിറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് തമിഴ്നാട്ടിൽ കുറച്ച് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ഉണ്ട്. ട്രിച്ചി പോലുള്ള സ്ഥലങ്ങളിലും ചെന്നൈയിലും കോയമ്പത്തൂരിലും ഒക്കെ പ്രൊഡക്ഷൻ യൂണിറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ അവിടെ ആയിരിക്കും ഈ വർക്ക്ഷോപ്പ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിൽ വരുന്ന ആൾക്കാരെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു 3 പോസ്റ്റുകളിലേക്കായിരിക്കും. അപ്പോൾ അസിസ്റ്റൻറ്റ് വർക്ക്സും പോയിൻറ്റ്സ്മാനും കൂടുതലായിട്ട്, ഹോസ്പിറ്റൽ അസിസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ അതും ഈ 3 പോസ്റ്റ്, പിന്നെ അസിസ്റ്റൻറ്റ് വർക്ക്ഷോപ്പ് 4 പോസ്റ്റ്, അത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ. അപ്പോൾ ഇനി ഇപ്പോൾ നമ്മൾ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട്, ഇപ്പോൾ ഗ്രൂപ്പ് ഡിയുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങളൊക്കെ ചോദിച്ചു. നമുക്കൊരു ഈ ഒരു ജോലിയിലേക്ക് എത്തിപ്പെടാനുള്ള കടമ്പകളെ കുറിച്ചാണ്. ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും, നമുക്കൊരു CBT 1 എക്സാം ഉണ്ട്. അതിന് ശേഷം നമ്മളുടെ ഫിസിക്കൽ, മെഡിക്കൽ, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എന്നീ സ്റ്റേജസിലൂടെയാണ് പോകുന്നത്. ഇപ്പോൾ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കാനായിട്ടാണെങ്കിൽ ഇപ്പോൾ ഒരു നിലവിലെ സാഹചര്യത്തിൽ ഒരു ഗ്രൂപ്പ് ഡി പഠിച്ചു തുടങ്ങാൻ പോകുന്ന ഒരാൾ എങ്ങനെയായിരിക്കും ആ ഒരു പരീക്ഷ അപ്രോച്ച് ചെയ്യുന്നത്?
ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു ഓൾ ഇന്ത്യ എക്സാമാണ്. കോമ്പറ്റീഷൻ ഓൾ ഇന്ത്യ ലെവലിലായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു കേരളത്തിനുള്ളിലുള്ള സ്റ്റുഡൻസ് അല്ല ഇതിനകത്ത് വരുന്നത്, ഓൾ ഇന്ത്യ ലെവലിലുള്ള മറ്റ് സ്റ്റുഡൻസും. അപ്പോൾ അവരുടെ ഒരു കോമ്പറ്റീഷൻ ലെവലിലൂടെ നമ്മൾ പാരലി അറിഞ്ഞിരിക്കണം. കാരണം അവർ എത്രത്തോളം പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അത് നമുക്ക് അറിയാൻ പറ്റും. മോക്ക് ടെസ്റ്റിലൂടെയോ അല്ലെങ്കിൽ പ്രീവിയസ് കട്ട് ഓഫിലൂടെയോ അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ കമ്മ്യൂണിക്കേഷൻസിലൂടെയൊക്കെ നമുക്ക് എന്താണ് ഇതിൻ്റെ ഒരു കോമ്പറ്റീഷൻ ലെവൽ, കട്ട് ഓഫ് ഏതുവരെ പോവാം എന്നുള്ള അതിൻ്റെ ഒരു കാരണമുണ്ട്. എല്ലാവർക്കും പെട്ടെന്ന് ജോലി കയറാൻ പറ്റുന്നൊരു പോസ്റ്റാണെന്ന ഒരു ധാരണ എല്ലാവരുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് അപ്ലൈ ചെയ്യുന്നു, ഇതിനു വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുന്നു, ഫോക്കസ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഫോക്കസാണ്, ആ ഒരു പിൻ പോയിന്റ് ചെയ്തിട്ടുള്ള ഫോക്കസാണ് ഇതിൻ്റെ കട്ട് ഓഫ് കൂട്ടുന്നത്. ക്വസ്റ്റ്യൻസ് കമ്പാരിറ്റീവ്ലി ടഫ് തന്നെയാണ്. നമുക്കത് സിമ്പിൾ ക്വസ്റ്റ്യൻ എന്ന് പറയാൻ പറ്റില്ല. പറയുന്ന സിലബസിനകത്ത് നിന്ന് വരുന്ന ടഫസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പക്ഷേ ഇതിൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് കൂടുതലാണ്, അത്രത്തോളം കോമ്പറ്റീഷൻ ഉണ്ടാവും. ആപ്ലിക്കൻ്റ് കൂടുന്നതനുസരിച്ച് അതിനുവേണ്ടി പിൻ പോയിന്റ് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം. ഒരു എക്സാമിന് എത്രത്തോളം ആപ്ലിക്കേഷൻ വന്നു എന്നുള്ളതല്ല അതിലൊക്കെ, എത്ര പേര് അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ളതാണ് അതിലൊരു പ്രധാനപ്പെട്ട. കുറച്ചും കൂടി കോമ്പറ്റീഷൻ ടഫാണ്, എല്ലാവരും സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ വെറുതെ ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാൻ അപ്ലൈ ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. അതല്ല, ഇത് കിട്ടുമെന്നുള്ള പ്രതീക്ഷ കൊണ്ട് സൈക്കോളജിക്കലി ഇത് തന്നെ പെട്ടെന്ന് കിട്ടാം അല്ലെങ്കിൽ പെട്ടെന്ന് കിട്ടും എന്നുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടി ഇതിനെ അപ്രോച്ച് ഹാർഡായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർ. പിന്നെ മറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ ഇതിനെ ഒരു ട്രയലായിട്ട് കണ്ടുകൊണ്ട് അങ്ങനെ ഒരു കട്ട് ഓഫ് കൂടാം. മറ്റ് CGL പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ബാങ്കിന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്. അവരൊക്കെ ഇതൊരു ട്രയൽ എക്സാം ആയിട്ട് കിട്ടിയാൽ പോകാം, അല്ലെങ്കിൽ ഒരു ജോലി കിട്ടി എന്നുള്ള പേര് വരും, അല്ലെങ്കിൽ അങ്ങനത്തെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാം എന്നൊക്കെ ഒരു ചിന്ത ഈ പറയുന്ന എല്ലാ ആൾക്കാരിലും ഉണ്ടാവും. അപ്പോൾ ഇത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരെല്ലാവരും ഇത് എക്സാം അറ്റംപ്റ്റ് ചെയ്യും. അങ്ങനെ കട്ട് ഓഫ് അതനുസരിച്ച് കയറി വരും. കാരണം ഇവർക്ക് അത്യാവശ്യം നല്ല രീതിക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ആളുകളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ലളിതമായൊരു എക്സാം ആണ് എന്ന ഒരു മുൻവിധിയോടുകൂടി അല്ലെങ്കിൽ ഒരു പ്രെജുഡിസ് മെന്റാലിറ്റിയോടുകൂടി ഇതിനെ സമീപിക്കുന്നതിൽ അർത്ഥമില്ല. ഫൈനലി എന്താ വേണ്ടത്, റിസൾട്ട് എന്ന് പറയുന്നത് അപ്പോയിൻമെന്റ് ഓർഡർ കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ എയിം. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഇത്ര മാർക്ക് കവർ ചെയ്യുക, സ്കോർ ചെയ്യുക, ഒരു 80 മാർക്ക് അല്ലെങ്കിൽ 75+ മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എത്രത്തോളം, എത്ര മണിക്കൂർ ഇൻവെസ്റ്റ് ചെയ്യുന്നു ഒന്നുമല്ല അതൊന്നും ഒരു ഫാക്ടറി അല്ല. ഫൈനലി നമ്മൾ എത്ര സ്കോർ ചെയ്യുന്നു എന്നുള്ളതാണ്. കുറേ മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ നമുക്ക് നമ്മുടെ സ്കോർ കൺസിസ്റ്റൻ്റ് ആയിട്ട് 80 മാർക്സ് അല്ലെങ്കിൽ 85 മാർക്സ് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു പ്രിപ്പറേഷൻ റൈറ്റ് ഡയറക്ഷനിലാണെന്നും നമുക്ക് കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ബോധ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു സ്കോറിംഗ് കൃത്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സ്കോറിംഗ് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് കിട്ടിയേ മതിയാവുള്ളൂ. കാരണം അതൊരു ലിറ്റ്മസ് ടെസ്റ്റാണ്, ഒരു എസിഡ് ടെസ്റ്റാണത്. എല്ലാ എക്സാമും അങ്ങനെ തന്നെയാണ്, ഇതൊന്നും മാത്രമല്ല, എല്ലാ എക്സാമും അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് എക്സാമിൻ്റെ ഒരു പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ധാരണ. പ്രിപ്പറേഷൻ്റെ മറ്റൊരു പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ എത്ര സമയം പഠിക്കണമെന്നുള്ള ഇതൊക്കെ കുട്ടികളുണ്ടാവും. അത് ബേസ്ഡ് ഓൺ പേഴ്സൺസ്, ഓരോ ആൾക്കാരുടെ മെന്റാലിറ്റി യുണീക്കാണ് ഓരോരുത്തരുടെയും. സ്കില്ലെന്ന് പറഞ്ഞാൽ മെമ്മറി പവർ ഉണ്ട് ഇതിനകത്ത്, ഒരു ഘടകമാണ്. അനലിറ്റിക്കൽ പവർ വേണം. ഇതെല്ലാം കൂടെ, ഇമോഷണൽ ഇൻ്റലിജൻസ്, ഇതെല്ലാം. കാരണം നമ്മളൊരു സുപ്രഭാതത്തിൽ ഇത് പഠിച്ചെടുക്കുന്നതല്ലല്ലോ, കുറച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ പോർഷൻസും കവർ ചെയ്യുന്നതാണ്. അപ്പോൾ ഓരോ ദിവസവും ഇതിനോടുള്ള ആ ഒരു ഫയർ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നുള്ള ഒരു ഇമോഷണൽ എലമെൻ്റ് അതിനകത്ത് വർക്ക് ചെയ്യണം. കാരണം നമ്മൾ ഒരിക്കലും പിന്നാക്കം പോകാൻ പാടില്ല, ഒരു ദിവസം സൈലൻ്റ് ആകാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു ദിവസം പഠിക്കാതിരിക്കാൻ പാടില്ല, ആ ഒരു ടൈം കുറയ്ക്കാൻ പാടില്ല, അത് കൂട്ടി വരണം. നമ്മളിപ്പോൾ ഒരു ദിവസം 6 മണിക്കൂർ 8 നമ്മൾ കോമ്പീറ്റ് ചെയ്യേണ്ടത് നമ്മളോട് തന്നെയാണെന്നുള്ള ഒരു ഫിലോസഫി ഉണ്ടല്ലോ. ഇപ്പോൾ 6 മണിക്കൂർ പഠിച്ചാൽ നാളെ ഒരു 7 മണിക്കൂർ, പിന്നെ അത് 8 മണിക്കൂറിലേക്ക്. അപ്പോൾ എത്രത്തോളം പഠിക്കാൻ പറ്റുമോ ഫുൾ ടൈം ഇതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്താൽ അത്രത്തോളം നമ്മൾ കോൺഫിഡൻ്റ് ആവും. അത് മോക്ക് ടെസ്റ്റിലൂടെയാണ് നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക. അത് പല മോക്ക് ടെസ്റ്റ്, ഓൾ ഇന്ത്യ ലെവലിലോ അല്ലെങ്കിൽ കേരള ലെവലിലോ, അങ്ങനെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലും പല മോക്ക് ടെസ്റ്റാണ്, പല ലെവൽ ഓഫ് നമ്മളെ തന്നെ സ്വയം വിലയിരുത്തുക എന്നുള്ളതാണ്. അത് സത്യസന്ധമായിട്ടുള്ള ഒരു അപ്രോച്ചാണ് അതിനകത്ത് വേണ്ടത്. നമുക്ക് അറിയാം എന്നുള്ള നിലയിൽ എക്സാം എഴുതാതിരിക്കുക എന്നുള്ളത് സത്യസന്ധത അല്ല. അപ്പോൾ ഇതൊന്നും എല്ലാവർക്കും ഒരു വീക്ക് ഏരിയ സ്ട്രോങ് ഏരിയ ഉണ്ട്. അപ്പോൾ ചിലർ പറയുന്നതൊക്കെ മാത്സ് റീസണിങ് സബ്ജക്ട്സിൽ സ്ട്രോങ് ആണ്, പക്ഷേ അവർക്ക് GK പെട്ടുപോകും. ചിലർ GK ഭയങ്കര മെമ്മറി പവർ ഉള്ളവരായിരിക്കും, GK വളരെ അരച്ചിറക്കി കുടിച്ചവരായിരിക്കും, പക്ഷേ അവർക്ക് മാത്സ് റീസണിങ് വീക്കാണ്. ശരിക്കും ഈ ഒരു ഗ്രൂപ്പ് ഡി ജോലി ബുദ്ധിമുട്ടാണോ? ശരിക്കും ഗ്രൂപ്പ് ഡി ജോലി ബുദ്ധിമുട്ടല്ലേ എന്ന്
പല പല ചോദ്യങ്ങളും കേൾക്കാറുണ്ട്. കാരണം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവർ വിചാരിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് തെറ്റിദ്ധാരണകളുണ്ട്. അതുപോലെ തന്നെ ചില ജോലിയിലെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പം നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ അവർ എന്ത് എക്സ്ട്രാ വർക്ക് റെയിൽവേയിൽ ചെയ്ത് കഴിഞ്ഞാലും അതിനൊരു എക്സ്ട്രാ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ സാർ ഒന്ന് പറഞ്ഞു കൊടുക്കാമോ, എന്താണ് ശരിക്കും ഈ ഒരു ഗ്രൂപ്പ് ഡി ജോലിയിൽ ആ ഒരു ബുദ്ധിമുട്ടാണെന്ന് പറയാനുള്ള കാര്യം? നമ്മൾ ബുദ്ധിമുട്ടെന്ന് ഉദ്ദേശിക്കുന്നത് ഫിസിക്കലായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കാം പലരും ഉദ്ദേശിക്കുന്നത്. സ്ട്രെസ്ഫുൾ ജോലിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മെൻ്റൽ സ്ട്രെസ്സ് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ചില പോസ്റ്റുകളിൽ ഫിസിക്കൽ ആയിട്ടുള്ള ജോലി ഉണ്ടാവും. അത് കാരണം ഉണ്ടാകാവുന്ന ചില ബുദ്ധിമുട്ടുകളുണ്ടാവാം. സേഫ്റ്റിയുടെ ഇഷ്യൂസ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവാം. പൊതുവിൽ നോക്കുകയാണെങ്കിൽ ഒരു സാധാരണ മനുഷ്യന്, ഫിറ്റ്നസ് ഉള്ളൊരു മനുഷ്യന്, ഫിസിക്കലി ഫിറ്റായിട്ടുള്ള മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ജോലികൾ തന്നെയാണ്. അല്ലാതെ തീരെ ഒരു നമുക്ക് പേടിക്കേണ്ട തരത്തിലുള്ള ജോലി അല്ല. ഹൈ റിസ്ക് അങ്ങനെ ഹൈ റിസ്ക് നമുക്ക് പറയാൻ പറ്റില്ല. യെസ്, സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചില പോസ്റ്റ്, അത് ഞാൻ ഈ പറയുന്ന ട്രാക്ക് മെയിൻ്റനർ പോലുള്ള പോസ്റ്റുകൾ, ട്രാക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോസ്റ്റുകൾ, അതൊക്കെ സേഫ്റ്റിയുടെ ഒരു ആസ്പെക്റ്റ് വരാം. പക്ഷേ ഈ പറയുന്ന പോസ്റ്റുകളിൽ ഭൂരിപക്ഷവും അത്രത്തോളം ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ജോബാണെന്ന് പറയാൻ പറ്റില്ല. ഈ നമ്മൾ 24/7 വർക്ക് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ചില പോസ്റ്റുകൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ ഒരുപാട് സമയം വർക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് നൈറ്റ് ഷിഫ്റ്റുകൾ എടുക്കേണ്ടതുണ്ടാവും. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ ബെനിഫിറ്റോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ റെയിൽവേ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? നമ്മൾ ചെയ്യുന്ന എക്സ്ട്രാ വർക്കിനെല്ലാം അലവൻസ് അതത് ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവർ ഒരു റെയിൽവേയുടെ ഒരു റൂളാണ് നൈറ്റ് അലവൻസ് കൊടുക്കുക, എക്സ്ട്രാ വർക്കിനുള്ള അലവൻസ് കൊടുക്കുക, ഓവർ ടൈം അലവൻസ് എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ട്രെയിനിനാണ് ജോലിയെങ്കിൽ, റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനിലാണ് ജോലിയെങ്കിൽ റണ്ണിങ് അലവൻസ് എന്ന് പറയുന്ന അലവൻസ്, അങ്ങനെയുള്ള അലവൻസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതെല്ലാം ഈ സാലറി റൂൾസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. 7th CPC എന്നാണ് പറഞ്ഞത്, 7th സെൻട്രൽ പേ കമ്മീഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട് അവർ ഒരു കൃത്യമായ റൂള് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എത്ര അലവൻസ് കൊടുക്കണമെന്നും എത്ര വർക്കിംഗ് അവേഴ്സ്, അങ്ങനെയെല്ലാം അതെല്ലാം അതിനകത്ത് വരുന്ന ഒരു കാര്യങ്ങളാണ്. ഒരു സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ നമുക്കറിയാം 8th പേ കമ്മീഷൻ വരാൻ പോവാണ്. അപ്പോൾ 8th പേ കമ്മീഷൻ വരുമ്പോൾ ഓൺ ആൻ ആവറേജ് ഏറ്റവും കുറഞ്ഞത് ഒരു ഗ്രൂപ്പ് ഡി എംപ്ലോയിക്ക് എത്രയായിരിക്കും സാലറി കിട്ടുന്നത്? കാരണം ഇപ്പോൾ എഴുതി പാസ്സാകാൻ പോകുന്ന എല്ലാവരും കയറാനായിട്ട് പോകുന്നത് 8th പേ കമ്മീഷൻ സാലറി സ്കെയിലേക്കായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഉദ്ദേശം ഇൻ ഹാൻഡ് അല്ലെങ്കിൽ ഒരു അഗ്രിഗേറ്റ് ഗ്രോസ് സാലറി എന്താണെങ്കിലും സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ എത്രയായിരിക്കും കിട്ടാനായിട്ട് പോകുന്നത്? നിലവിൽ 26 ജാനുവരി 2026 ജാനുവരി 1 മുതലാണ് 8th പേ കമ്മീഷൻ നിലവിൽ വരണം എന്നുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്. 26 ജാനുവരിക്ക് പുറകിൽ 25 ഡിസംബർ 31 വരെ 7th CPC-ലാണ് സാലറി. ഇപ്പം നിലവിൽ 7th CPC തന്നെയാണ് സാലറി ലഭിക്കുന്നതെങ്കിലും ഇതൊരു ടൈം എന്ന് പറയുന്നത്, ഈ പീരീഡ് എന്ന് പറയുന്നത് 8th പേ കമ്മീഷൻ്റെ പീരീഡാണ്. അപ്പോൾ 8th പേ കമ്മീഷൻ എപ്പോഴെങ്കിലും, അതായത് ഈ വർഷമോ അല്ലെങ്കിൽ അടുത്ത വർഷമോ മാക്സിമം നെക്സ്റ്റ് ഇയറോ നിലവിൽ വരികയാണെങ്കിൽ മുൻകാല പ്രാബല്യത്തോടു കൂടി ആയിരിക്കും നിലവിൽ വരിക. അപ്പോൾ എന്തായാലും നിങ്ങൾ ജോലിക്ക് കയറുമ്പോൾ 8th പേ കമ്മീഷനിലാണ് സാലറി വാങ്ങുക. അപ്പോൾ നിലവിൽ വന്നില്ലെങ്കിൽ കൂടിയും മുൻകാല പ്രാബല്യത്തോടു കൂടി നിങ്ങൾക്ക് അതിൻ്റെ അരിയസ് പിന്നെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ലഭിക്കാനുള്ള സാധ്യത 100% ഉണ്ട്. അപ്പോൾ 8th പേ കമ്മീഷൻ വരുമ്പോൾ ഇപ്പോൾ മിനിമം സാലറി എന്ന് പറയുന്നത് ഒരു അലവൻസ് എല്ലാം കൂടി ചേർത്തിട്ട് ഒരു ആവറേജ്, ഓൺ ആൻ ആവറേജ് എന്ന് പറയാം, ഒരു 30,000 അല്ലെങ്കിൽ 35,000 ആ ഒരു റേഞ്ചിലാണ് കിട്ടുന്നതെങ്കിൽ, 7th CPC-യിൽ കിട്ടുന്നതെങ്കിൽ 8th CPC വരുമ്പോൾ ഈ പറയുന്ന 35 എന്ന് പറയുന്ന ആ നമ്പർ, ആ സംഖ്യ ഒരു 40 45 45+ അപ് ടു 50 ആ ഒരു ലെവൽ വരെ, മാക്സിമം 50 റേഞ്ച്, ആ ഒരു മാക്സിമം 50 ആ ഒരു റേഞ്ച് വരെ നിങ്ങൾക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ലഭിക്കാനാണ് സാധ്യത. ഇപ്പോൾ പലരും വേറൊരു കാര്യം ചോദിക്കാറുണ്ട്, അതായത് ഇപ്പോൾ നമുക്ക് കേരളത്തിൽ ജോലി കിട്ടുന്നില്ല, നമ്മൾ വേറെ സ്ഥലത്ത് പോയി ജോലി ചെയ്യുന്നു, അപ്പോൾ അവിടെ ഡെഫിനറ്റ്ലി നമുക്ക് ഫാമിലി ഉണ്ടാവും, അപ്പോൾ നമ്മൾ അവിടെ ഒരു വീട് എടുക്കേണ്ടി വരും, അതല്ലെങ്കിൽ ഒരു ഔട്ട് ഓഫ് ദി സ്റ്റേറ്റ് പോയി ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സ്പെൻസ്, അതെല്ലാം കൂടി ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം ഒരാൾ എന്നോട് ഡയറക്റ്റ്ലി ചോദിച്ച ചോദ്യമാണ്, നമ്മുടെ കയ്യിൽ ഇതെല്ലാം കഴിഞ്ഞ് വല്ലതും ബാക്കി ഉണ്ടാവുമെന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നു അവർക്ക് ഈ അലവൻസും നമ്മുടെ ഹൗസിംഗ് റെന്റ് അലവൻസ് മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ളൊരു ധാരണ കുറവുണ്ട്. അപ്പോൾ അങ്ങനെ എന്തായിരിക്കും ശരിക്കും ഈ ഒരു നമ്മുടെ ഔട്ട് ഓഫ് സ്റ്റേറ്റ് വിട്ട് ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ? അല്ല, ഇതൊരു ലെവൽ 1 പോസ്റ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ.
അപ്പോൾ ആ നിലയിൽ നോക്കുമ്പോൾ ആ സാലറി അത്രേ ഉണ്ടാവുള്ളൂ. അവർ ഉദ്ദേശിക്കുന്ന ഒരു ഇപ്പോൾ ബാങ്ക് എംപ്ലോയീസിന് ഒരു പർട്ടിക്കുലർ സാലറി കിട്ടുന്നുണ്ട്. അവരുടെ വർക്ക് ലോഡ് ഡിഫറെൻ്റ് ആണ്, അവർ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് ഡിഫറെൻ്റ് ആണ്. എന്നാൽ ഇതൊരു പ്യുവർ സെൻട്രൽ ഗവൺമെൻറ്, അതായത് PSU അല്ല, പബ്ലിക് സെക്ടർ യൂണിറ്റ്സ് അല്ല. അതൊരു വ്യത്യാസമാണ്. പബ്ലിക് സെക്ടർ യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഓണർഷിപ്പിലോ അല്ലെങ്കിൽ ഷെയർ ഹോൾഡറോ ആയിട്ടുള്ള ബാങ്കുകളും അല്ലെങ്കിൽ അതുപോലുള്ള ഓയിൽ കമ്പനികൾ, അങ്ങനെയുള്ള കമ്പനികളൊക്കെ മറ്റൊരു മേഖലയാണ്. പ്യുവർ സെൻട്രൽ ഗവൺമെൻറ് എന്ന് പറയാൻ പറ്റില്ല. SSC RRB പോലുള്ള എക്സാം വഴി വരുന്നവർ പ്യുവറായിട്ട് സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസ് ആണ്. അപ്പോൾ ആ നിലയിൽ നോക്കുമ്പോൾ ഗവൺമെൻറ് എംപ്ലോയീസിന് പെട്ടെന്ന് ഒരു സാലറിയിലൊരു ബൂം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാൻ വയ്യ. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല. അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിലും ഇല്ല, സെൻട്രൽ ഗവൺമെൻറ്റില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ പല സാലറിയിൽ വർക്ക് ചെയ്യുന്നു, ഒരേ പോസ്റ്റ് തന്നെ 1 lakh എബോവ് സാലറി വാങ്ങുന്നവരുണ്ട്. അപ്പോൾ പ്രൈവറ്റിൽ വളരെയധികം സാലറി വാങ്ങുന്ന എംപ്ലോയീസ് ഉണ്ട്. സെൻട്രൽ ഗവൺമെൻറ് ആയാലും സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയിയിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ സാലറിയിലെ ഇൻക്രിമെൻറ്റ് പടിപടിയായിട്ടായിരിക്കും. പെട്ടെന്നൊരു ജമ്പ് ഉണ്ടാവില്ല. പേ കമ്മീഷൻ വരുമ്പോഴാണ് ഈ പെട്ടെന്നുണ്ടാകുന്ന ജമ്പ് ഉണ്ടാകുന്നത്. അല്ലാതെ സാലറി ഇൻക്രിമെൻറ്റ് ഇയർലി 1 ഇൻക്രിമെൻ്റ് ആയിട്ട് ഇങ്ങനെ പടിപടിയായിട്ടുള്ള ഇൻക്രിമെൻറ്റ് ആണ് ഉണ്ടാകുക. അപ്പോൾ ലെവൽ 1നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് പെട്ടെന്ന് മാറുക എന്നുള്ളതാണ് നിങ്ങളുടെ സാലറി ഇൻക്രീസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് തന്നെ കണ്ടിട്ട് നമ്മൾ എപ്പോഴും ഇതിനൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് കാണുക. ഈ സാലറി കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നുള്ളത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓരോരുത്തരും ഓരോ ആൻസർ പറയുന്നത് എപ്പോഴും ഒരു നല്ലൊരു ഗോൾഡൻ അവസരം തന്നെയാണ്. കാരണം ഒരു 8th പേ കമ്മീഷൻ വരാനിരിക്കെ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്കൊരു 45 to 50 സ്റ്റാർട്ടിംഗ് സാലറി കിട്ടാന്ന് പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഒരു നല്ല സാലറി ആയിട്ട് തന്നെ നമുക്ക് പരിഗണിക്കാൻ പറ്റില്ല. അല്ല, ഇപ്പോഴത്തെ നിലയിൽ നോക്കുകയാണെങ്കിൽ ഇൻഫ്ലേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഫിറ്റ്മെന്റ് ഫാക്ടർ വരുന്നു. ആ ഫിറ്റ്മെന്റ് ഫാക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് സാലറി അപ്ഡേറ്റ് ചെയ്യുന്നത്, 8th പേ കമ്മീഷനിലേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കിട്ടുന്ന സാലറി കൊണ്ട് റൺ ചെയ്ത് പോകാം എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് വലിയൊരു ലക്ഷപ്രഭു ആവാൻ പറ്റും അല്ലെങ്കിൽ കോടീശ്വരനാകാൻ പറ്റും എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നിങ്ങൾക്ക് അത് തുറന്നു തരുന്ന ഓപ്പർച്യൂണിറ്റീസ് അതാണ് ഇതിനകത്ത് ഒരു പ്രധാന ഘടകം. സെക്യൂരിറ്റിയാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാന ഘടകം. അവസരങ്ങളും സുരക്ഷിതത്വവും. അതെ, ഇപ്പോൾ ഒരു IT ജോബിനേക്കാളും എനിക്ക് തോന്നുന്നത് ജോബ് സെക്യൂരിറ്റി ആണെങ്കിലും അതുപോലെ തന്നെ ഇപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് വെച്ചാണെങ്കിലും നമുക്ക് ഒരുപാട് അവസരങ്ങൾ തുറന്നു തരുന്നുണ്ട് ഒരു ഗവൺമെന്റ് ജോലി. ഒരിക്കലും വേറൊരു സെക്ടറിന് അത് ഓഫർ ചെയ്യാനും പറ്റില്ല. അതെ, എന്തുകൊണ്ടാണ് ഗവൺമെന്റ് സെക്ടറിലേക്ക് ആൾക്കാർ വരുന്നത്, പ്രിഫർ ചെയ്യുന്നത്? ഇപ്പോൾ ഓരോ തരം ക്വാളിഫിക്കേഷനുള്ള ആൾക്കാരുണ്ട്. ചില ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർക്ക് ഈ ജോലി നല്ല ജോലിയായി തോന്നാം. എന്നാൽ വളരെ ഹയർ ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതല്ല, ഇതിനേക്കാൾ മെച്ചപ്പെട്ടൊരു ജോലിയാണ് വേണ്ടത് എന്ന്. അതൊക്കെ അവരുടെ ഒരു സിറ്റുവേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, ഏതാണ് അവർക്ക് ആപ്റ്റ് ആയിട്ടുള്ളത് എന്നുള്ളത്. ഞാൻ പറയുന്നത് സാധാരണ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇമ്മീഡിയറ്റ് ആയിട്ടൊരു ജോലി വേണം എന്ന ആഗ്രഹമുള്ള ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണെന്നും ഇതൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്ന ഒരു ജോലിയാണെന്നും നമുക്ക് പറയാം. അല്ല, ഈ ജോലിയോട് താല്പര്യമില്ലാത്ത ആളാണ് അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത ഒരുപാട് ആളുകളുണ്ടാവും. എനിക്ക് മറ്റ് ജോലി കിട്ടണം. സാധാരണഗതിയിൽ ഒരു ജോലി കയറുമ്പോൾ പഠിക്കാനുള്ള ഒരു ടെൻഡൻസി കുറയുമെന്ന് വിചാരമുള്ള ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയുള്ള സമയം കിട്ടിയില്ല എന്ന് വരാം. അങ്ങനെയുള്ള സാധ്യതകളുണ്ട്, ഒരുപാട് സാധ്യതകൾ. നമുക്ക് റെയിൽവേയുടെ ഇപ്പോൾ പറഞ്ഞില്ല ഔട്ട് ഓഫ് ദി സ്റ്റേറ്റിലെ ബെനിഫിറ്റ്. ഇപ്പോൾ നമുക്ക് ക്വാർട്ടേഴ്സ് അതുപോലെ ഒരുപാട് ഫെസിലിറ്റീസ് എനിക്കൊന്നും റെയിൽവേയിൽ എക്സ്ട്രാ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള കാര്യം ആർക്കെങ്കിലും ഇപ്പോൾ ഹോസ്പിറ്റൽസ് ആണെങ്കിലും. അല്ല, ഞാൻ പറയുന്നത് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്, ബെനിഫിറ്റ്സ് പറഞ്ഞത് ഈ പറഞ്ഞു വന്നത് ഓപ്പർച്യൂണിറ്റീസ് ഒരു ബെനിഫിറ്റാണ്, സെക്യൂരിറ്റി ഒരു ബെനിഫിറ്റാണ്, റെയിൽവേ സംബന്ധിച്ചിടത്തോളം ഹെൽത്ത് ഒരു ബെനിഫിറ്റാണ്, എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അലവൻസസ്, നിങ്ങളുടെ ഫാമിലിയിൽ കിട്ടാവുന്ന അലവൻസസ് അതൊരു ബെനിഫിറ്റാണ്, നിങ്ങൾക്ക് ക്വാർട്ടേഴ്സ് ലഭിക്കും എന്നുള്ളതൊരു ബെനിഫിറ്റാണ്, നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ, സെൻട്രൽ ഗവൺമെൻറ്റിലെ എക്സാംസ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏജ് റിലാക്സേഷൻ കിട്ടുന്നത് മറ്റൊരു ബെനിഫിറ്റാണ്. അപ്പോൾ ഈ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ 60 വയസ്സ് വരെയുള്ള ബെനിഫിറ്റാണ്. അപ്പോൾ 60 വയസ്സ് വരെ കിട്ടാവുന്ന ബെനിഫിറ്റുകൾ അതിപ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ നാളെ അത് ഗ്രോയിങ് ആണ്. ആ ബെനിഫിറ്റ്സ് എന്തായാലും ഗ്രോ, കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റർ ഇന്ത്യ ഗവൺമെൻറ്റാണ്. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ജോബ് എന്ന് പറയുന്നത് വരുന്ന കാലഘട്ടത്തിൽ ബെനിഫിറ്റ്സ് കിട്ടാവുന്നതാണ്. ഇപ്പോൾ കിട്ടിയില്ല എങ്കിൽ കൂടിയും നാളെ അത് കിട്ടാം. വൺസ് നിങ്ങൾ ഗവൺമെൻറ് സിസ്റ്റത്തിനകത്ത് പോയാൽ അതിന് പുറത്ത് വരിക ബുദ്ധിമുട്ടാണ്. നിങ്ങളെ ടെർമിനേറ്റ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായി, ഇപ്പോൾ ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് പെൻഷൻ കിട്ടുമോ, അപ്പോൾ പെൻഷൻ ഇപ്പോൾ ഇല്ല എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അത് മറ്റൊരു ഇഷ്യൂ ആണ്. പെൻഷൻ എന്ന് പറയുന്നത് മറ്റൊരു ഇഷ്യൂ ആണ്.
അപ്പോൾ നിങ്ങൾ ഈ സിസ്റ്റത്തിനകത്ത് പോകുമ്പോൾ 60 വയസ്സ് വരെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ്, 60 വയസ്സിന് ശേഷമാണ് പെൻഷൻ ഇഷ്യൂ വരുന്നത്. ഇപ്പോൾ നിലവിൽ 2 തരം പെൻഷൻ ആണ് നിലവിലുള്ളത്. ഒന്ന് NPS മറ്റൊന്ന് UPS. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പെർസെൻറ്റേജ്, സാലറിയുടെ ഒരു പെർസെൻറ്റേജ് രണ്ടിലും ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ഒരു പെർസെൻറ്റേജ് സെൻട്രൽ ഗവൺമെൻറ് ഇൻവെസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് ഏത് വേണോ ചൂസ് ചെയ്യാം, UPS ചൂസ് ചെയ്യാം, NPS ചൂസ് ചെയ്യാം. അതൊരു മറ്റൊരു ഡിസ്കഷൻ പോയിൻ്റാണ് ഏതാണ് ബെറ്റർ എന്നുള്ളത്. പക്ഷേ എംപ്ലോയികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യം ഓൾഡ് പെൻഷൻ സ്കീമാണ്. അത് കുറച്ചുകൂടെ ബെനിഫിറ്റ് ഉള്ളതാണ്. അപ്പോൾ പെൻഷൻ എന്ന് പറയുന്നത് മറ്റൊരു ഇഷ്യൂ ആണെന്ന് പറയാൻ കാരണം തന്നെ ഗവൺമെൻറ് പെൻഷൻ്റെ കാര്യത്തിൽ ഇനി നാളെ എന്ത് തീരുമാനം എടുക്കും എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നിലവിലുള്ള UPS ഗ്യാരണ്ടീഡ് പെൻഷൻ അല്ല, അപ്പോൾ ഏകദേശം ഒരു സിമിലർ ആണ്. UPS ഗ്യാരണ്ടീഡ് പെൻഷനാണ്. 50% പെൻഷൻ കിട്ടും. അവസാനത്തെ 6 മാസത്തെ സാലറിയുടെ ആവറേജിൻ്റെ 50% പെൻഷനായി കിട്ടും എന്നുള്ള ഒരു ഇതുണ്ട്. NPS-ൽ ഇൻവെസ്റ്റ്മെന്റ് ആണ് നടക്കുന്നത്. അതിന്റെ ഒരു പ്രോഫിറ്റ് വെച്ചിട്ടാണ് കുറച്ചും കൂടി സേഫർ ആണ്. അല്ല, അത് ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം, NPS ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം, UPS താല്പര്യമുള്ളവരുണ്ടാവാം. രണ്ട് അഭിപ്രായമുള്ള ആൾക്കാരുണ്ട്. ഗ്യാരണ്ടീഡ് പെൻഷൻ വേണം എന്ന് നിർബന്ധമുള്ളവർക്ക് ഡെഫിനറ്റ്ലി ഒരു UPS ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട്. അതെ, UPS എന്ന ഓപ്ഷൻ ഉള്ളത് കൊണ്ട്. അല്ല, ഇതൊന്നും ഈ 2 പെൻഷൻ സ്കീമും ഓൾഡ് പെൻഷൻ സ്കീമിനോളം ബെനിഫിറ്റ് ഉള്ള ഒന്നാണെന്ന് പറയാൻ വയ്യ. പക്ഷേ ഇപ്പോൾ നിലവിൽ പറയാൻ പറ്റുന്നത് UPS-ഉം NPS-ഉം ആണുള്ളത്. അതിൽ UPS നിങ്ങൾ ഓപ്റ്റ് ചെയ്യേണ്ട ഒരു സമയം ഉണ്ടാവും. നിങ്ങൾക്ക് കയറുമ്പോൾ അതിനൊരു ടൈം പീരീഡ്, ഒരു ടൈം ഫ്രെയിം അവർ തരും. UPS വേണോ NPS വേണോ, ഇന്ന സമയത്തിനുള്ളിൽ UPS ഓപ്റ്റ് ചെയ്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലായിട്ട് നിങ്ങൾ ഈ NPS-ലേക്ക് കൺവേർട്ട് ആവും. നിങ്ങൾ NPS-ലാണ് എന്നുള്ളത് വരും. നിങ്ങളുടെ തീരുമാനമാണ് നിങ്ങൾക്ക് UPS വേണോ ഇല്ലോ. UPS ഒരു പുതിയ ഒരു ഭരണപരമായിട്ടുള്ള തീരുമാനമായതുകൊണ്ട് തന്നെ UPS വേണമെന്നാണ് ചോദ്യം. UPS വേണ്ടെങ്കിൽ NPS ബൈ ഡിഫോൾട്ട്. അതാണ് ഈ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇപ്പോൾ നമുക്ക് നിലവിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ ഒരു 18 മുതൽ 33 വയസ്സ് വരെയുള്ള ആളുകൾക്ക് മാത്രമല്ല, അതല്ലാതെയും ഏജ് റിലാക്സേഷനോട് കൂടി ഒരുപാട് സമൂഹത്തിലുള്ള ആളുകൾക്ക് ഈ ഗ്രൂപ്പ് ഡി പരീക്ഷ ഒരു അവസരം ഒരുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് മിലിറ്ററി പേഴ്സണൽസിനുണ്ട്, അതുപോലെ തന്നെ വിധവകളായിട്ടുള്ളവർക്കും അതുപോലെ തന്നെ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ളവർക്കൊക്കെ ഒരു പ്രത്യേക ക്രൈറ്റീരിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു എക്സ് സർവീസ്മെൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഈ ഒരു ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അവർക്ക് അപ്ലൈ ചെയ്യാനുള്ള എന്തെങ്കിലും ക്രൈറ്റീരിയാസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എക്സ് സർവീസ്മെൻ്റെ കാര്യത്തിൽ? ഇല്ല, അവർ സാധാരണ എക്സാം എഴുതുക. അവരുടെ കട്ട് ഓഫ് ഡിഫറെൻ്റ് ആയിരിക്കും. അവരുടെ റിസർവേഷൻ ബേസ് ചെയ്തിട്ട് അവരുടെ കട്ട് ഓഫ് ഡിഫറെൻ്റ് ആയിരിക്കും. ഒരേ ക്വസ്റ്റ്യൻ തന്നെയാണ് അവരും അറ്റൻഡ് ചെയ്യേണ്ടത്. പിന്നെ അവരുടെ ഏജ് റിലാക്സേഷൻ അത് ഒരു ഫാക്ടറാണ്. സർവീസ് പീരീഡ് മൈനസ് ചെയ്തിട്ടുള്ള ഒരു ഏജ് അവർക്ക് അപ്ലൈ ആയിട്ട് പറ്റും. സർവീസ് പീരീഡ് കഴിയുമ്പോൾ അവർക്ക് അവരുടെ ഒരു ഏജ് ഒരു 35 അങ്ങനെ ഒരു ഏജിലാണെങ്കിൽ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്ന ഏജ് റിലാക്സേഷൻ അവർക്കൊരു ബെനിഫിറ്റ് ആണ്. പിന്നെ അവർക്ക് ഫിസിക്കൽ ടെസ്റ്റ് ഇല്ല, എനിക്ക് തോന്നുന്നു. എക്സ് സർവീസ്മെൻ ആണ് ഫിസിക്കൽ ടെസ്റ്റ് ഇല്ല എന്നുള്ളതാണ് അല്ലേ? അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ടില്ലെങ്കിലും ഈ അപ്രന്റീസ്ഷിപ്പിലൂടെ വരുന്ന ആളുകൾക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. കട്ട് ഓഫും വളരെ കുറവാണ്. അവരുടെ കട്ട് ഓഫ് ഡിഫറെന്റ് ആണ്, വളരെ കുറവാണ്. അപ്പോൾ അതും ഒരുപാട് പേര് നമ്മുടെ കമന്റ് സെക്ഷനിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ പല തരത്തിലുള്ള ആൾക്കാരാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. അവർക്കും ഇതുപോലെ തന്നെ കാറ്റഗറി വൈസ് ഏജ് റിലാക്സേഷനും ഉണ്ട്, അതുപോലെ തന്നെ ഫിസിക്കൽ ടെസ്റ്റും ഉണ്ട് അവരുടെ CCIAS-ന്. ഏജ് റിലാക്സേഷൻ തീർച്ചയായിട്ടും അവർക്കുണ്ട്. ഈ പറയുന്ന മിലിറ്ററി പേഴ്സണൽസിനും ഏജ് റിലാക്സേഷൻ ഒക്കെ നല്ലൊരു അവസരം തന്നെയാണ് എന്തായാലും ഗ്രൂപ്പ്. കാരണം ഒരുപാട് എൻക്വയറീസ് നമുക്ക് വരാറുണ്ട് ഈ മിലിറ്ററി പേഴ്സണൽസിൻ്റെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഒരു ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാൻ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നവരോട്, ഇപ്പോൾ നമുക്ക് ലീവ് ടൈറ്റ് ആയിരിക്കും. അതിപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ ഔട്ട് ഓഫ് സ്റ്റേറ്റ് പോയി ജോലി ചെയ്യാണ്. ഡെഫിനറ്റ്ലി നമുക്ക് വൺസ് ഇൻ എ വൈൽ നമ്മളുടെ ഒരു ഫാമിലിയെ കാണാൻ എന്തായാലും മന്ത്ലി ഒരു 2 ലീവെങ്കിലും എടുത്ത് വരുന്ന ഒരു രീതി ആയിരിക്കും നമ്മൾ ഭൂരിഭാഗം പേരും ഫോളോ ചെയ്യാനായിട്ട് പോകുന്നത്. അങ്ങനെയുള്ളവരാണെങ്കിൽ ലീവൊക്കെ എങ്ങനെയായിരിക്കും നമ്മുടെ റെയിൽവേ? 3 തരത്തിലുള്ള ലീവാണ് റെയിൽവേ പ്രൊവൈഡ് ചെയ്യുന്നത് പ്രാഥമികമായിട്ട്. അത് അപ്ഡേറ്റ് ചെയ്യും, നിങ്ങളുടെ പ്രൊഫൈലിൽ അവർ അപ്ഡേറ്റ് ചെയ്തിരിക്കും. ഓരോ വർഷവും ആനുവലി ഈ ലീവ് അപ്ഡേറ്റ് ചെയ്യും. CL കാഷ്വൽ ലീവ് ആവറേജ് പേ, LAP, LHAP, ഇങ്ങനെ 3 തരം ലീവുകളാണുള്ളത്. അപ്പോൾ CL കാഷ്വൽ ലീവ് ഇയർലി 8, LAP 15, അത് മന്ത്ലി 6 മന്ത് കൂടുമ്പോഴാണ് 15. അപ്പോൾ ഒരു വർഷത്തേക്ക് 30 എന്ന് പറയാം. LHAP എന്ന് പറയുന്ന ലീവ് 6 മന്തിലേക്ക് 10, അടുത്ത 6 മന്തിലേക്ക് അവർ 10 കൊടുത്തരും. അപ്പോൾ അങ്ങനെ 20. അപ്പോൾ 20 + 30 + 8 58 ലീവാണ് ഒരു വർഷം. ഇതിൽ CL
നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കാം. പിന്നെ ഈ ലീവ് പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങളുടെ കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റിലെ സൂപ്പർവൈസറാണ്. അപ്പോൾ അത് അവിടുത്തെ വർക്കും അവരുമായിട്ടുള്ള ഒരു നിങ്ങളുടെ ഒരു എഫിഷ്യൻസിയും ഒക്കെ അതിനകത്ത് ബന്ധപ്പെട്ടിരിക്കും. നോർമൽ കേസിൽ ഒരു 58 ലീവ് നമുക്ക് എടുക്കാം. ഇതിൽ LHP എന്ന് പറയുന്നത് നിങ്ങളുടെ ഹാഫ് പേ ആണ്. അതായത് ആ ലീവ് എടുക്കുമ്പോൾ ഹാഫ് പേ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ ഒരു LHP എടുക്കുകയാണെങ്കിൽ പകുതി സാലറി മാത്രമേ കിട്ടുള്ളൂ. രണ്ടായിട്ട് കമ്പൈൻ ചെയ്തെടുക്കാൻ നിങ്ങൾക്ക്, അതായത് ഒരു ലീവിന് വേണ്ടി 2 LHP യൂസ് ചെയ്യാം. അപ്പോൾ 5 ലീവ് എടുക്കാം, 10 LHP വെച്ച്. അപ്പോൾ നിങ്ങൾക്ക് ഹാഫ് പേ പോവില്ല. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ലീവ് കുറയുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത് 58 എന്ന് പറയാം. പിന്നെ ഇതിനകത്ത് LWP എന്ന് പറയുന്ന ലീവ് വിത്തൗട്ട് പേ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലീവ്, മെഡിക്കൽ ലീവ് സെപ്പറേറ്റ് ഉണ്ട്, സ്പെഷ്യൽ ലീവ് ഉണ്ട്, സ്പെഷ്യൽ കാഷ്വൽ ലീവ് ഉണ്ട്. അതൊക്കെ പ്രത്യേക സാഹചര്യത്തിൽ കിട്ടുന്ന ലീവുകളാണ്. അപ്പം അതൊന്നും നമുക്കിതിൽ കണക്കാക്കാൻ പറ്റില്ല. ജനറലി കിട്ടുന്ന ലീവാണ് ഈ പറയുന്ന CL, LAP ആൻഡ് LHP എന്ന് പറയുന്ന 3 കാറ്റഗറി ഓഫ് ലീവ്. എന്തായാലും അത്യാവശ്യത്തിലധികം ലീവൊക്കെ നമുക്ക് ഇതിൽ നാഷണൽ ഹോളിഡേ എന്ന് പറയുന്നതും നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്റ്റേറ്റിന്റെ ലോക്കൽ ഹോളിഡേസും ഉണ്ട്, അതും അവധി തന്നെയാണ്. തമിഴ്നാട്ടിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ പിന്നെ മറ്റൊരു പ്രധാന ലീവ് എന്ന് പറയുന്നത് ഈ 24/7 വർക്ക് ചെയ്യുന്നവരുടെ ലീവ് നാച്ചുറൽ ഡിഫറെൻ്റ് ആണ്. കാരണം അവർക്ക് സൺഡേ വർക്ക് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ സാറ്റർഡേ വർക്ക് ചെയ്യേണ്ടി വരും. എന്നാൽ ഒരു ഓഫീസിലോ അല്ലെങ്കിൽ വർക്ക്ഷോപ്പിലോ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ, ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്, ഹെഡ് ക്വാർട്ടേഴ്സിലോ അല്ലെങ്കിൽ ROBയുടെ ഓഫീസിലോ ഏതെങ്കിലും ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ സാറ്റർഡേ സൺഡേ അവധിയാണ്, അത് ലീവായി ലഭിക്കും. അതോടൊപ്പം ഓഫീസിൽ നിങ്ങൾ അപ്പോയിന്റ് ചെയ്യാം സാധ്യതയുണ്ട്. അപ്പോൾ അത് സാറ്റർഡേ സൺഡേ അവധിയായിരിക്കും. അപ്പോൾ അത് ആ ഒരു ലീവ് നിങ്ങൾക്ക്, ആ ഒരു ഹോളിഡേ നിങ്ങൾക്ക് കിട്ടും. അതോടൊപ്പം വർക്ക്ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ സാറ്റർഡേ ആഫ്റ്റർനൂൺ ആൻഡ് സൺഡേ ഫുൾ ഡേ, അങ്ങനൊരു അവധി ആണ് അതിൻ്റെ ഒരു രീതി. വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ യൂണിറ്റുകൾ ഫോളോ ചെയ്യുന്നത് അങ്ങനെ ഒരു സ്കെഡ്യൂളാണ്. അപ്പോൾ അങ്ങനെ ഒരു ലീവ് അത് ഹോളിഡേ ആണ്. ഈ സ്കെഡ്യൂൾ, അതായത് 24/7 സ്കെഡ്യൂൾ ആണെങ്കിൽ നൈറ്റ് ഓഫ്, അങ്ങനെയുള്ള ഓഫ് ഡേ, വൺ വീക്ക്ലി ഓഫ്, അങ്ങനെയുള്ള ഓഫ് ഡേയ്സ് ആയിരിക്കും വരിക, ലീവായിട്ട് വരിക അല്ലെങ്കിൽ ഹോളിഡേ ആയിട്ട് വരിക. ഇപ്പോൾ നമ്മളൊരു പോസ്റ്റ് പ്രിഫർ ചെയ്തു, ആ ഒരു പോസ്റ്റിൽ നമുക്ക് അപ്പോയിൻറ്റഡ് ആയി നമ്മളവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു മ്യൂച്വൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ട്രാൻസ്ഫർ പോസിബിൾ ആണ്. ഇപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിൽ നിന്ന് നേരെ മറ്റൊരു പോയിന്റ്സ്മാൻ പോസ്റ്റിലേക്ക്, അങ്ങനത്തെ ഒരു ട്രാൻസ്ഫർ പോസിബിൾ ആണ്. നിങ്ങൾ മ്യൂച്വൽ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യുമ്പോൾ ചില ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യേണ്ടി വരും. ഒന്ന്, നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്, നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾ മെഡിക്കലി എലിജിബിൾ ആണോ എന്നുള്ളത്. 2, നിങ്ങൾ ആരോടാണോ മ്യൂച്വൽ ട്രാൻസ്ഫർ അപ്ലൈ ചെയ്യുന്നത് അയാളുടെ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ കാറ്റഗറി, ജനറൽ കാറ്റഗറി ആണോ, ബാക്ക്വേർഡ് ക്ലാസ് ആണോ, ബാക്ക്വേർഡ് കാസ്റ്റ് ആണോ, OBC കാറ്റഗറി ആണോ, SC/ST കാറ്റഗറി ആണോ. നിലവിൽ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. നിങ്ങൾ ജനറൽ കാറ്റഗറിയിലുള്ള ഒരാളുമായിട്ട് നിങ്ങൾ ജനറൽ ആണെങ്കിൽ മ്യൂച്വൽ ട്രാൻസ്ഫർ പോസിബിൾ ആവുള്ളൂ. OBC ആണെങ്കിൽ നിങ്ങൾ OBCയുമായിട്ട് മാത്രമേ അവരുമായി ഒരു മ്യൂച്വൽ കാറ്റഗറി വൈസ് ഇപ്പോൾ നമ്മൾ മറ്റൊരു പോസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറാൻ ഒരു ഓപ്ഷൻ അവിടെ നിലനിൽക്കുന്നുണ്ട്. ഡിപ്പാർട്ട്മെന്റ് അതിനകത്തൊരു തടസ്സമായിട്ടുള്ള ഒരു കാര്യമല്ല, മറ്റു ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. ഇനി നമുക്ക് നമ്മുടെ പഠിത്തവുമായിട്ട്, അതായത് ഗ്രൂപ്പ് D പരീക്ഷ പാസ്സായിട്ട് എങ്ങനെ ആ ഒരു പോസ്റ്റിലേക്ക് എത്തിപ്പെടാമെന്ന് നമുക്കൊന്ന് ചോദിക്കാം. അപ്പോൾ നിലവിൽ ഇപ്പോൾ നമ്മളൊരു ഗ്രൂപ്പ് D പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്ത് പഠിക്കാൻ ആരംഭിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ആളെങ്ങനെയായിരിക്കും ആളുടെ പ്രിപ്പറേഷൻ ആരംഭിക്കുന്നത്? ഇപ്പോൾ പല എക്സാമിനും പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടത്തിൽ ഗ്രൂപ്പ് D എഴുതാമെന്ന് ധരിക്കുന്ന ആൾക്കാരാണ് കൂടുതലും. അതിൻ്റെ കാരണങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. കാരണം ഇതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണെന്ന് നിലയിൽ കാണുന്നു. ഇത് കഴിഞ്ഞ് ഇനിയും എക്സാം എഴുതി മുന്നിലേക്ക് പോകണം, അല്ലെങ്കിൽ ലെവൽ മാറ്റണം. ഇത് സത്യത്തിൽ ഗ്രൂപ്പ് D എന്നല്ല, ഗ്രൂപ്പ് C എന്നാണ് ഇപ്പോഴും പറയുക. ഗ്രൂപ്പ് D എന്ന് പഴയ ഒരു പറച്ചിലാണ്, അല്ലെങ്കിൽ പഴയ ഒരു അത് പണ്ട് പറയുന്നതാണ് ഗ്രൂപ്പ് D എന്ന്. ഇപ്പം ഗ്രൂപ്പ് C തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഈ ലെവലിൽ നിന്ന് മാറണം എന്ന് ചിന്തിക്കുന്നവരായിരിക്കും കൂടുതലും. അപ്പോൾ ഓൾറെഡി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാകും പല എക്സാംസിന് വേണ്ടിയിട്ട്. അപ്പോൾ NTPCക്ക് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവും, CGLന് പ്രിപ്പയർ, SSCയുടെ മറ്റ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന, കേരള PSCക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ, അങ്ങനെ പലതരം പ്രിപ്പറേഷനുള്ള ആൾക്കാർ. അപ്പോൾ ഇതിൻ്റെ സിലബസ് വളരെ ചെറിയ സിലബസാണ്. പ്രിലിമിനറി എക്സാം എന്ന് പറയുന്ന ഒരു കടമ്പയില്ല, ഒറ്റ എക്സാമേ ഉള്ളൂ. പക്ഷേ ഇതിൽ ആപ്ലിക്കേഷനാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. വളരെയധികം ആപ്ലിക്കേഷൻസ് ഇതിനകത്ത് വരുന്നുണ്ട്.
അതോടൊപ്പം തന്നെ ഈ അപ്ലൈ ചെയ്യുന്നവരിൽ ഇതിനെ പിൻ പോയിന്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ ഇത് മാത്രം ഇത് നേടിയേ പറ്റുള്ളൂ എന്ന് ഗ്രൂപ്പ് ഡിക്ക് വേണ്ടി തന്നെ കാത്തിരുന്ന് പരിശ്രമിച്ച് ടൈം മെനക്കെട്ട് പഠിക്കുന്ന ആളുകൾ അങ്ങനെ തീരുമാനമെടുത്തിട്ടുള്ള ആൾക്കാർ ഒരുപാടുണ്ടാവും. കമ്പാരിറ്റീവ്ലി ഒരുപാടാണ് മറ്റ് എക്സാമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഇപ്പോൾ ഉയർന്ന പോസ്റ്റുകളിലേക്കൊക്കെ എക്സാംസ് കണ്ടക്ട് ചെയ്യുമ്പോൾ പലരും എക്സാം പ്രിപ്പയർ ചെയ്യാതെ പോയി എഴുതാറുണ്ട്. കാരണം വലിയ സിലബസും വലിയ പ്രോസസ്സും ഒക്കെയാണ്. അപ്പോൾ ഇത് ചെറിയ പ്രോസസ്സാണ്, ചെറിയ സിലബസാണ്, പെട്ടെന്ന് ജോലി കിട്ടും എന്നൊരു കോൺഫിഡൻസ് ഉള്ളിലുള്ളത് കൊണ്ടും പെട്ടെന്നൊരു ജോലി വേണമെന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ടും ഒക്കെ ഇത് പിൻ പോയിന്റ് ചെയ്ത് അല്ലെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് പഠിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലാണ് കട്ട് ഓഫ് കൂടാനുള്ള സാധ്യതയും വളരെയധികം ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ അങ്ങനെ ലാഘവത്തോടു കൂടി കാണാൻ പറ്റുന്ന ഒന്നല്ല. അല്ലെങ്കിൽ ലളിതമായിട്ടുള്ള എന്താ പറയുക, ഒരു ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളാണ് ഞാൻ, എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരു വ്യക്തിയാണെന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു 10th ലെവൽ ക്വാളിഫിക്കേഷൻ എക്സാം എനിക്ക് വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാന്നുള്ള ചിന്തയിൽ പോയി എഴുതിയാൽ അത് നടക്കില്ല. കാരണം അത്യാവശ്യം ഹൈലി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു പരീക്ഷയാണ്. അതെ അതെ, ലളിതമായിട്ടുള്ള പ്രിപ്പറേഷൻ ഫോളോ ചെയ്തിട്ട് കാര്യമില്ല. കൃത്യമായ മോക്ക് ടെസ്റ്റ് എഴുതുക, എക്സാം അതായത് ആ സിലബസ് മാസ്റ്റർ ആകുക, സിലബസിന് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക, എന്നിട്ട് മോക്ക് ടെസ്റ്റിലേക്ക് പോവുക. ഓരോ സിലബസിലെ ഓരോ ലൈൻസും വ്യക്തമായി അതിൻ്റെ ഡെഫിനിഷൻസും അതിൻ്റെ സിലബസ് മനസ്സിലാക്കി അത് പഠിച്ചതിന് ശേഷം മോക്ക് ടെസ്റ്റിലേക്ക് പോവുക, ഐഡൻറ്റിഫൈ ചെയ്യുക, എന്നിട്ട് റിവിഷനിലേക്ക് പോവുക. സാധാരണഗതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി തന്നെ ഇതിലും ഫോളോ ചെയ്താൽ മതിയാവും. മോക്ക് ടെസ്റ്റുകൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊന്ന് സ്വയം ഒന്ന് വിലയിരുത്താനും എനിക്ക് തോന്നുന്നു മോക്ക് ടെസ്റ്റുകൾ എടുക്കാത്തത് പലരും ഈ ഒരു ഗ്രൂപ്പ് ഡി പരീക്ഷ കഴിഞ്ഞപ്പോൾ വിഷമമായിട്ട് പറഞ്ഞായിരുന്നു. കുറച്ചും കൂടി ഇതിലിപ്പോൾ നിങ്ങൾ മാർക്ക് എത്രത്തോളം സ്കോർ ചെയ്യുന്നു അല്ലെങ്കിൽ എത്രത്തോളം പഠിക്കുന്നു എന്നതിലല്ല കാര്യം. നിങ്ങൾ ആ കട്ട് ഓഫ് മുകളിൽ വരുന്നു, ആ കട്ട് ഓഫ് ക്ലിയർ ചെയ്യുന്നു, കട്ട് ഓഫ് ക്ലിയർ ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ ഒരു എക്സാമിന് ഹൈ മാർക്ക്, മോക്ക് ടെസ്റ്റിന് ഹൈ മാർക്ക് വാങ്ങി, അടുത്ത മോക്ക് ടെസ്റ്റിന് കുറഞ്ഞ മാർക്ക് വാങ്ങുന്നു. പക്ഷെ നിങ്ങൾക്ക് അതിൻ്റെ സബ്ജക്റ്റ് അറിയാം, അല്ലെങ്കിൽ സബ്സ്റ്റൻസ് എന്താണെന്ന് അറിയാം, സബ്ജക്റ്റ് നോളജ് അറിയാം. അങ്ങനെ അറിയാഞ്ഞിട്ട് കാര്യമില്ല. എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്, എക്സിക്യൂഷൻ എന്ന് പറയുമ്പോൾ നിരന്തരം മോക്ക് ടെസ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ പറയുന്ന 80 എബോ അല്ലെങ്കിൽ 75 എബോ മാർക്കിലേക്ക് എത്തുക. ഇത് മാത്രം പോരാ ഈ എക്സാം ക്രാക്ക് ചെയ്യുന്നത്. ആ സമയത്ത് മനസാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതാണ്, എക്സാം എഴുതുമ്പോഴുള്ള മനസാന്നിധ്യം. അപ്പോൾ നമുക്ക് മോക്ക് ടെസ്റ്റിൽ ഉയർന്ന മാർക്ക്, ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്, മാർക്ക് നേടലല്ല. മോക്ക് ടെസ്റ്റിൽ ഒരുപാട് മാർക്ക് വാങ്ങലോ അല്ലെങ്കിൽ കുറഞ്ഞ മാർക്ക് വാങ്ങലോ ഒന്നും അല്ല. ഫൈനലി റിസൾട്ട് ഈ പറയുന്ന എക്സാമിൻ്റെ ഫൈനൽ എക്സാമിൻ്റെ അല്ലെങ്കിൽ ഓൺലൈൻ എക്സാമിന് എത്ര മാർക്ക് സ്കോർ ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ മോക്ക് ടെസ്റ്റിന് കുറഞ്ഞ മാർക്കാണെങ്കിൽ നിങ്ങൾ റിവൈസ് ചെയ്യുക, വീണ്ടും മോക്ക് ടെസ്റ്റ് ഉയർന്ന മാർക്ക്. മോക്ക് ടെസ്റ്റ് എപ്പോഴും നിങ്ങൾക്ക് കോൺഫിഡൻസ് തരുന്ന ഒന്ന് മാത്രമാണ്, ജോലി തരുന്ന ഒന്നല്ല. അത് മറ്റൊരു ആസ്പെക്റ്റാണ്. ജോലി എന്ന് പറയുന്ന ആ സമയത്ത് വിലയിരുത്തൽ, നമ്മൾ സത്യസന്ധമായിട്ടുള്ള വിലയിരുത്തൽ അവിടെ ഉണ്ടാവണം ആ മോക്ക് ടെസ്റ്റിൽ. ചെറിയൊരു നമ്മൾ കാണിക്കുന്ന ചെറിയ തെറ്റ് ചിലപ്പോൾ ജോലി കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അടുത്തതിലേക്ക് പോകേണ്ടി വരും. ഇപ്പോൾ നമുക്ക് നിലവിലൊരു ഗ്രൂപ്പ് ഡി പരീക്ഷ കഴിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി പറഞ്ഞാൽ അതിനുള്ളിൽ തന്നെ മറ്റൊരു നോട്ടിഫിക്കേഷൻ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പേര് നിലവിൽ ഡിസപ്പോയിൻറ്റഡ് ആണ്. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് വിചാരിച്ച പോലെ പെർഫോം ചെയ്യാൻ പറ്റില്ല. ഒരുപാട് കാലം അവർ കഷ്ടപ്പെട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്, പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അവർ വിചാരിച്ച പോലെ പെർഫോം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ തോറ്റുപോയി എന്ന് വിചാരിച്ച് നിൽക്കുന്നവരോട് എന്തായിരിക്കും പറയാനുള്ളത്? സത്യത്തിൽ സ്ട്രഗ്ലിംഗ് ആണ് ഈ പ്രസൻറ്റ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ. അത് ഈ എക്സാം എന്ന് മാത്രമല്ല, ജീവിതത്തിലെ എല്ലാത്തരം പരീക്ഷകളും ഒക്കെ സ്ട്രഗിൾ എന്ന് പറയുന്ന ഒന്നിലൂടെ പോകുന്ന ഒന്നാണ്. അത് പ്രസൻറ്റ് ടെൻസ് എപ്പോഴും, നമ്മുടെ വർത്തമാനകാലം എപ്പോഴും സ്ട്രഗിൾ തന്നെയാണ്. അത് ഏത് ജോബ് വർക്ക് ചെയ്യുന്ന ആളായാലും. ഇപ്പോൾ സ്റ്റഡി എന്ന് പറയുന്നത് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. നിങ്ങൾ ഏത് ലെവലിൽ പോയാലും ഈ സ്റ്റഡി തുടർന്നുകൊണ്ടേയിരിക്കും. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും നമ്മൾ നേരത്തെ പ്രൈവറ്റ് ജോബിനെയും ഗവൺമെൻറ് ജോബിനെ കുറിച്ചൊക്കെ കമ്പയർ ചെയ്തല്ലോ. അപ്പോൾ പ്രൈവറ്റ് ജോബിൽ സെക്യൂരിറ്റി ഇല്ലെന്നും ഗവൺമെൻറ് ജോബ് കയറി കഴിഞ്ഞാൽ സെക്യൂരിറ്റി ഉണ്ട്, നമുക്ക് പഠിക്കാതിരിക്കാം എന്നുള്ള കാഴ്ചപ്പാടുകൾ, ഇത് ഒരിക്കലും നമുക്ക് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. പഠിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തത്. അപ്പോൾ ഈ സ്ട്രഗിൾ ഫേസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഇപ്പോൾ വലിയൊരു തിരമാല വരുമ്പോൾ അതിൻ്റെ മുന്നിൽ നിൽക്കുക, തിരമാല അടിച്ചുകൊണ്ടേ ഇരിക്കും. അത് ഫൈനലി നിങ്ങളുടെ കാൽക്കിൽ ആ തിരമാല വീഴുന്ന ഒരു ഘട്ടമുണ്ട്. അതുവരെ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുക, അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ആയിട്ട് സ്ട്രോങ് ആയിട്ട് സ്ട്രെങ്തൻ ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ്. പഠിച്ചുകൊണ്ടിരിക്കുക. പറ്റിയ മിസ്റ്റേക്കുകളൊക്കെ ഒന്ന് തിരുത്തി വീണ്ടും നമ്മൾ പാസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്കൊരു ട്രഷറാണ്, എന്ന് പറഞ്ഞാൽ ഒരു നിധിയാണ്. അത് നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ പാസ്റ്റിൽ നിന്ന് പഠിക്കണമെങ്കിൽ ആ ഓർമ്മ വേണമല്ലോ.
നമ്മുടെ മെമ്മറി വർക്ക് ചെയ്യണമല്ലോ. അപ്പോൾ ആ മെമ്മറി വർക്ക് ചെയ്യണം, എന്നിട്ട് പ്രസൻറ്റിലെ സ്ട്രഗിൾ ഫേസ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ സ്ട്രഗിൾ ഫേസ് ചെയ്യുമ്പോൾ തോൽവികളുണ്ടാവും. സ്ട്രഗിൾ ആണല്ലോ, പല പല ഫെയിലിയേഴ്സ് ഉണ്ടാവും, പല തരത്തിലുള്ള ഫെയിലിയേഴ്സ് ഉണ്ടാവും. ജോലി കരിയറിലും ഫെയിലിയേഴ്സ് ഉണ്ടാവും. അങ്ങനെ ഫെയിലിയേഴ്സ് തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഫ്യൂച്ചർ എന്ന് പറയുന്നത് സക്സസ് ആണ്. സക്സസ് ഫ്യൂച്ചറാണ് എപ്പോഴും. അപ്പോൾ അതിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണ് ഈ ഫെയിലിയേഴ്സ് എല്ലാം. അല്ലാതെ സക്സസ്സിലേക്ക് എത്താൻ വേറൊരു മാർഗ്ഗമില്ല. ഫെയിലിയേഴ്സിലൂടെ മാത്രമേ സക്സസ് ആയിട്ടുള്ള എല്ലാവരും എപ്പോഴെങ്കിലും ഫെയിലിയർ ആയിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. തർക്കരഹിതമായിട്ടുള്ള കാര്യമാണത്. അപ്പോൾ ഫെയിലിയേഴ്സിലൂടെ എത്രത്തോളം നിങ്ങൾ ഫെയിലിയർ ആകുമോ അല്ലെങ്കിൽ എത്രത്തോളം സ്ട്രഗിൾ ചെയ്യുമോ നിങ്ങൾ അത്രത്തോളം സക്സസ്സിലേക്ക് അടുക്കുന്നു എന്നാണ്. ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് സക്സസ്, അൾട്ടിമേറ്റ് സക്സസ് എന്നൊരവസ്ഥ ഇല്ല, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ആരുടെ ജീവിതത്തിലും അൾട്ടിമേറ്റ് ജോലി എന്ന് പറയുന്നൊരു ഭാഗമാണ് ജീവിതത്തിൽ. ഈ ജോലി നേടുക എന്നുള്ളതാണ് നമ്മുടെ പ്രൈം എയിം എന്ന് പറയുന്നത്, ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പുറകിൽ വരുന്ന ഫെയിലുവേഴ്സ് പതറാതിരിക്കുക, അല്ലെങ്കിൽ അതിലവിടെ നിർത്താതിരിക്കുക, അതൊരു തുടർച്ചയില്ലാതെ പോകാതിരിക്കുക, തുടർന്നുകൊണ്ടേയിരിക്കുക. എക്സാം അറ്റൻഡ് ചെയ്യുക, ഫെയിലുവറിൽ നിന്ന് അടുത്ത സക്സസ്സിലേക്ക് വേണ്ടി കാത്തിരിക്കുക. അതുകൊണ്ട് ഫെയിലുവർ ഒന്നും ഒരു അവസാനമല്ല, അല്ലെങ്കിൽ ഒരു ഫുൾ സ്റ്റോപ്പ് അല്ല എന്നാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട. പലപ്പോഴും ആൾക്കാർക്ക് ഈ ഒരു ഇമോഷൻ കവർ ചെയ്യാൻ പറ്റാത്തത് അവർക്ക് ആ അനുഭവത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നാളെ സംഭവിക്കുന്നതിനെക്കുറിച്ചോ ഒരു വിഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. ചുറ്റിൽ നടക്കുന്ന പല അനുഭവങ്ങളുണ്ട്, അതൊന്ന് കമ്പയർ ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മുടെ മനസ്സൊന്ന് എക്സ്പാൻഡ് ചെയ്താൽ മതി. ഈ തോൽവിയൊന്നും ഒരു വലിയ തോൽവിയല്ല എന്ന് മനസ്സിലാകുന്ന ഘട്ടം ഉണ്ടാവും. അപ്പോൾ അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അതായത് നമ്മൾ പുറകിലേക്കല്ല, മുന്നിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് എത്രത്തോളം പഠിക്കാൻ പറ്റുമോ എത്രത്തോളം പഠിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യം. അതിലൊരു പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുക, അണ്ടർലൈൻ ചെയ്യേണ്ടത് നമ്മൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളതും കൂടെയാണ്. ഇന്ത്യൻസിന്റെ ഒരു പ്രധാന പ്രശ്നം ഫോക്കസ് കുറവ് എന്നുള്ളതാണ്, ഇന്ത്യൻ സിസ്റ്റത്തിന്റെ ഒരു. കൂടാതെ ഇപ്പൊ എനിക്ക് തോന്നുന്നു നമുക്ക് ഡിസ്ട്രാക്ഷൻ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. സോഷ്യൽ മീഡിയ ഡിസ്ട്രാക്ഷൻസ് വളരെ അധികം ഉണ്ട്. അതെ. അല്ല, അതിനെക്കുറിച്ച് സ്വയം ചിന്തിക്കേണ്ടതാണ്. ഈ ഡിസ്ട്രാക്ഷനിൽ നമ്മൾ പെട്ടുപോകണോ? അല്ല, നമുക്ക് പണ്ടുണ്ടായിരുന്ന ഡിസ്ട്രാക്ഷൻസിനേക്കാളും ഇപ്പോൾ സോഴ്സസ് കൂടുതലാണ്. ഇപ്പോൾ നമ്മുടെ ഫുൾ ടൈം നമ്മുടെ ഒരു ഓർഗൻ പോലെ കൊണ്ടു നടക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ ഏറ്റവും വലിയ ഡിസ്ട്രാക്ഷൻ. അല്ല, ഇതെല്ലാം ചെന്നെത്തി നിൽക്കുന്നത് സ്വയം തിരിച്ചറിയുക എന്നുള്ള ഇടത്താണ്. സ്വയം തിരിച്ചറിയുന്നിടത്ത് അല്ല, ഇതെല്ലാം അത് തന്നെയാണ്. നമ്മൾ സെൽഫ് റിലയൻസ്, നമ്മൾ സ്വയം റിയലൈസ് ചെയ്യുക, സെൽഫ് റിയലൈസ് ചെയ്യുക എന്നുള്ള. അപ്പോൾ നമുക്കിത് ആവശ്യമാണോ എന്നുള്ള, ഒരാൾക്ക് ഇത് ഡിമാൻഡ് ചെയ്യുന്നു, മറ്റൊരു മാർഗ്ഗമില്ല എന്നൊരവസ്ഥ എത്തുമ്പോഴാണ് അയാൾ ഇത് കംപ്ലീറ്റ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ആ ഘട്ടത്തിലൂടെ പോകുന്ന ആൾക്കാർ, നമ്മൾ വളരെയധികം സ്ട്രഗിൾ ചെയ്യുമ്പോഴാണ് സക്സസിന് അടുത്തെത്തി എന്ന് പറയുന്നത്. ഈ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഫോക്കസ് കൂടുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫ് വളരെ ഇംബാലൻസ്ഡ് ആണ്, അൺകംഫർട്ടബിൾ ആണ്, സ്ട്രഗിൾ ഉള്ളതാണ്, നിങ്ങൾ സക്സസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മളുടെ ഒരു വർക്ക് എപ്പോഴും കണ്ടിന്യൂ ചെയ്ത് സക്സസിലേക്ക് എത്താനുള്ള ഒരു വിഷൻ മാത്രം നമ്മുടെ അതല്ല, അത് ഇമോഷൻ ആയിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. നിങ്ങളുടെ ഈ ഇമോഷനെ ബന്ധപ്പെട്ടിരിക്കുന്ന നിങ്ങളുടെ ലൈഫ് സ്റ്റൈലും എല്ലാം ഈ ഇമോഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ഇമോഷണൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ഇമോഷണൽ സ്റ്റെബിലിറ്റി, ആ ഒരു സ്റ്റെബിലിറ്റി ഇക്വിലിബ്രിയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മറികടക്കാൻ പറ്റും. അത് ഏത് കോമ്പറ്റീഷൻ ആയാലും അത് മറികടക്കാൻ നിങ്ങളുടെ ദിനചര്യ, നിങ്ങളുടെ വിഷൻ, നിങ്ങളുടെ പെർസ്പെക്റ്റീവ്, ചിന്തിക്കുന്ന പെർസ്പെക്റ്റീവ്, പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, അത് വിട്ടുകഴിഞ്ഞാൽ നിങ്ങൾ വേറൊരു ലോകത്തെ, ഈ പല പല യൂണിവേഴ്സാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്, പല തരക്കാരാണ്. അപ്പം നിങ്ങൾക്ക് ഈ ജോലി ആവശ്യമാണ്. അപ്പോൾ ഈ ജോലി അല്ലെങ്കിൽ നിങ്ങൾ ഏത് ജോലി ആയാലും ആ ജോലിയുമായിട്ട് കിട്ടാൻ ആവേശത്തോടു കൂടി പഠിക്കുന്നൊരു ഗ്രൂപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ ആ പൊസിഷനിലേക്ക് എത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നൊരു ഗ്രൂപ്പ് ഉണ്ടാവും, ഒരുമിച്ച് വളരാൻ ആഗ്രഹിക്കുന്ന ഗ്രൂപ്പ് ഉണ്ടാവും. ആ ഗ്രൂപ്പിലേക്ക് എത്തിപ്പെടുക, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവരെ ഫോളോ ചെയ്യുക. അല്ലാതെ നിങ്ങൾ അവരെ ഫോളോ ചെയ്യുമ്പോഴും നിങ്ങളുടെ മനസ്സ് ഈ ഒരാളുടെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടില്ല. ഫ്രീ തിങ്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളോടൊരു ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യാൻ ഒരാൾ പറയുന്നു, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്യാൻ പറയുന്നു, അയാൾ പറയുന്നത് കൊണ്ട് അവിടെ പോയി ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ അത് സത്യമാണെന്ന് കരുതുകയോ ചെയ്യരുത്. നിങ്ങളതിനെ അനലൈസ് ചെയ്യണം. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഇപ്പോൾ നമുക്കറിയാം മാർക്കറ്റിൽ ഒരുപാട് ബുക്സ് അവൈലബിൾ ആണ് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാനായിട്ട്. നമുക്ക് ഒരുപാട് ഗൈഡൻസ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരുപാട് ബുക്സുകൾ, ഇപ്പോൾ നമുക്ക് ഒരുപാട് പബ്ലിക്കേഷൻസ് എടുക്കുന്നുണ്ട്, അത് വായിക്കുന്നതായിരിക്കും. അത് നമ്മളുടെ ബേസിക് NCERT പോലുള്ള സബ്ജക്ട്സ് പഠിച്ചിട്ട് പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. ഓരോ സബ്ജക്റ്റിനും വ്യത്യസ്തമായിട്ടുള്ള ടെക്സ്റ്റ് ബുക്കാണ് ഫോളോ ചെയ്യേണ്ടത്. ഇപ്പോൾ എല്ലാവർക്കും ചില ആൾക്കാർ
പ്രിപ്പറേഷൻ്റെ ഒരു സ്റ്റേജിലായിരിക്കും, മറ്റൊരാൾ തുടക്കത്തിലായിരിക്കും. അപ്പോൾ ഈ തുടങ്ങുന്ന ആൾക്കാരുണ്ട്, ഒരു ആവറേജ് ലെവലിലെത്തിയ ആൾക്കാരുണ്ട്, ടോപ്പ് ലെവലിലെത്തിയ ആൾക്കാരുണ്ട്. ഓരോരുത്തരും ഓരോ സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ചില ടെക്സ്റ്റ് ബുക്കുകൾ നമ്മളെ പെട്ടെന്ന് സബ്ജക്റ്റിലേക്ക് അടുപ്പിക്കുകയും ചില ടെക്സ്റ്റ് ബുക്കുകൾ അതിൽ നിന്ന് അകറ്റുകയും ചെയ്യും. അപ്പോൾ ഈ അടുപ്പിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകളിലേക്ക് ആദ്യം പോകുക എന്നുള്ളത്. വളരെ കോംപ്ലിക്കേറ്റഡ് വളരെ കോംപ്ലിക്കേറ്റഡ് ആവാതെ ഒരുപാട് നോളജ് അതിൻ്റെ അകത്തുണ്ട് എന്നതിനർത്ഥം അതായത് ഇപ്പോൾ ഒരു നല്ല ക്വസ്റ്റ്യൻ, ബുക്കാണെന്നല്ല. ഫോർ എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതിൽ ഒരു വലിയ ഫോർമുലാസ്, ട്രിക്കുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ച് ആ പ്രോബ്ലം സോൾവ് ചെയ്യണം എന്ന തരത്തിലേക്ക് പറയുന്ന പുസ്തകങ്ങളിലേക്ക് പോകാതിരിക്കുക. ഒരുപാട് ട്രിക്സ് നിങ്ങൾക്ക് സ്വയം ചിന്തിക്കാൻ പറ്റുന്ന പുസ്തകങ്ങളുണ്ട്. നിങ്ങൾ വായിച്ചിട്ട് സ്വയം ചിന്തിച്ച് ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്ത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റണം. അല്ല, നിങ്ങൾ ഈ സ്പൂൺ ഫീഡ് ചെയ്യുന്ന പറയുന്ന പുസ്തകങ്ങളിലേക്ക് പോകാതിരിക്കുക. ഈ ക്വസ്റ്റ്യൻ ഈ ട്രിക്കിലൂടെ തന്നെ സോൾവ് ചെയ്യണം. അതൊക്കെ പഠിച്ച് ഒരു ലെവൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ പ്രൊവൈഡ് ചെയ്യാൻ പോകാന്നുള്ള ഒരു കാര്യമാണ്. അത് സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ ആണ് ആൾക്കാർ യൂസ് ചെയ്യുന്നത്. ട്രിക്സ് ഇറങ്ങിയ ഒരു മാത്സ് ബുക്ക് എടുത്തിട്ട് നമ്മൾ ഒരിക്കലും പഠനം ആരംഭിക്കും. അത് ഇനിഷ്യലി കോൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് മാത്സിൽ വർക്ക് ആൻഡ് ടൈം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക്, ഈ വർക്ക് ആൻഡ് ടൈം എന്ന് പറയുന്ന ടോപ്പിക്ക് 2-3 മെത്തേഡിലൂടെ സോൾവ് ചെയ്യുന്നുണ്ട്. എഫിഷ്യൻസി മെത്തേഡ്, മറ്റ് പല മെത്തേഡുകളിലൂടെ. അപ്പോൾ അതിൻ്റെ കോൺസെപ്റ്റ് ആദ്യം പഠിക്കുക, ഫോർമുലാസ് പഠിക്കാതിരിക്കുക, പിന്നെ പഠിക്കുക. ആദ്യം കോൺസെപ്റ്റ് പഠിക്കുക. കോൺസെപ്റ്റ് പഠിച്ചതിന് ശേഷം വേണമെങ്കിൽ ഫോർമുലയിലേക്കോ ട്രിക്കിലേക്കോ ഒക്കെ പോകുന്നതിൽ ഒരു തെറ്റുമില്ല. മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കുക. അല്ലാതെ നേരെ ട്രിക്കുകളിലേക്ക് പോകുന്നത് ആദ്യമേ കോൺസെപ്റ്റുവൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കുക. അതാണ് ഏറ്റവും ബെസ്റ്റ് വേ. അതെ. ഓക്കെ സാർ, എന്തായാലും അപ്പോൾ നമുക്കിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഗ്രൂപ്പ് ഡി പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഇപ്പോൾ എങ്ങനെയാണ് നമ്മുടെ പ്രിപ്പറേഷൻ ഈ അങ്ങോട്ടേക്കുള്ള ദിവസം മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത്, ഈ പരീക്ഷ എങ്ങനെയാണ് നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത്, കൂടാതെ എന്താണ് ഈ ഗ്രൂപ്പ് ഡി ജോലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരുപാട് സംശയങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനിയും എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വേണ്ടി ഇത്രയും അധികം സമയം സ്പെൻഡ് ചെയ്ത സാറിന് നല്ലൊരു താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഞാൻ സെഷൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും കാണാം. ബൈ ബൈ.